നിർബന്ധമാണ്. ഓക്കെ, നിങ്ങളുടെ ആ പ്രസന്റേഷൻ കാര്യങ്ങളും അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് ഈ സർട്ടിഫൈഡ് കോപ്പി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചിലത് എടുത്തിട്ടുണ്ട്, ചിലത് എടുത്തിട്ടില്ല ഞാൻ. ഓക്കെ, ഞാൻ ചിലത് മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാം കൂടി ഡിസ്കസ് ചെയ്യാനുള്ള സമയം നമുക്കില്ല. കുറച്ച് സമയം കൊണ്ട് പഠിച്ച് തീർന്നില്ല, നല്ല ടെൻഷൻ ഉണ്ട്. നമുക്ക് അങ്ങനത്തെ ക്വയറീസ് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വി ഡിസ്കസ് അബൌട്ട് എക്സാമിനേഷൻ, നമ്മുടെ ഈ സർട്ടിഫൈഡ് കോപ്പി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ആദ്യം ഞാൻ അഡ്മിറ്റ് കാർഡ് ഇൻസ്ട്രക്ഷനിലോട്ട് പോവുകയാണ്. കാരണം ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ സെഷൻ വെച്ചപ്പോൾ തന്നെ ഇവർ അഡ്മിറ്റ് കാർഡിൽ ഈ ആകെ മാറ്റം വരുത്തി സംഭവം എക്സാംസിൽ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അടിപൊളി അടിപൊളി മാറ്റമായിരുന്നു. അടിപൊളി മാറ്റമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ മാറ്റം. കാരണം ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രശ്നമായിരുന്നു, സ്ഥിരം ചോദിച്ചിരുന്ന ഒരു സാധനമായിരുന്നു ഈ MCQന് എക്സ്പ്ലനേഷൻ എഴുതണം, MCQന് എക്സ്പ്ലനേഷൻ എഴുതണം, MCQന് എക്സ്പ്ലനേഷൻ എഴുതണം. ഇപ്പം അതിന് ഉത്തരം കിട്ടിയില്ലേ? എക്സ്പ്ലനേഷൻ എഴുതണോ? വേണ്ട. ഓക്കെ, എൻ്റെ കൺസെപ്റ്റ് അല്ല. അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതേണ്ട ആവശ്യം ഇല്ല. ബബിൾ ചെയ്താൽ മതി. പുതിയ സംഭവം കൊണ്ടുവന്നു, ബബിൾ ചെയ്താൽ മതി എന്നുള്ളത് അല്ലേ? നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. വായിക്കാത്തവർക്ക് വേണ്ടി നമ്മളിപ്പോൾ അത് എഗെയിൻ റീഡ് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻസ്. സംഭവം CA ലൊക്കെ ഉണ്ടായിരുന്ന സംഭവമാണ്. CA ഉണ്ടായിരുന്ന ഈ സംഭവം, അതായത് CA എക്സാം MCQs നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബബിൾ ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുക. ഓക്കെ, അതിപ്പോൾ എളുപ്പമായി എങ്ങനെയാണ്, എന്തുകൊണ്ട് എളുപ്പമായി എന്നറിയോ? ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം വളരെ കുറച്ച് മതി. ഇനി ബബിൾ ചെയ്യാൻ അത്ര കുറേ സമയം വേണോ? എഴുതുന്ന പോലെ വേണ്ട, ടൈം കുറച്ച് മതി. അപ്പം നമുക്ക് ഇനി ഒന്ന് പറഞ്ഞുതരാം. ഒന്ന് തെറ്റിയാൽ അവിടെ പിന്നെ തിരുത്താനുള്ളൊരു ഓപ്ഷൻ, അതാണ് പ്രശ്നം. ഓക്കെ, നമുക്ക് ഇതിലുള്ള ആദ്യം വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാം. അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ, സോ നമുക്ക് ആദ്യം വായിച്ചു നോക്കിയിട്ട് പിന്നെ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാം. ദാറ്റ്സ് ബെറ്റർ. ഓക്കെ, സോ ഇന്നത്തെ ഒരു മണിക്കൂർ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമ്മൾ സെറ്റാക്കും. നമ്മളെ പ്രസൻറ്റേഷൻ പ്രശ്നങ്ങൾ നമ്മൾ സെറ്റാക്കും. ഓക്കെ, നമ്മൾ 1 മണിക്കൂർ കൊണ്ട് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 1 മണിക്കൂർ എനിക്ക് വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, നോക്കടാ, ഈ പോർഷനാണ് നമുക്ക് വേണ്ടത്. ബാക്കിയൊക്കെ നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ഇതിൽ വരക്കല്ലേ കേട്ടോ, നിങ്ങൾ വരക്കല്ലേ. ഓക്കെ, MCQ ടൈപ്പ് ഫസ്റ്റ് 15 ക്വസ്റ്റ്യൻസ് 30 മാർക്സ്. 30 മാർക്സിനുള്ള MCQ. അതെ, ആൻസേഴ്സ് മസ്റ്റ് ബി ബബിൾഡ് ഇൻ ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പെൻ അപ്രോപ്രിയേറ്റ്ലി ഫോർ ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ എക്സാമിനേഷൻ. സോ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ബബിൾ ചെയ്യേണ്ടത് പെന്നിലാണ്. തെറ്റിയാലോ പ്രശ്നമാണ്. സോ ആൻസർ ബബിൾ ചെയ്യേണ്ടത് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക്. വേറെ ആൾക്കാർ സംശയമായിരുന്നു, ബ്ലൂവോ പെന്നാണോ ബ്ലാക്ക് പെന്നാണോ യൂസ് ചെയ്യേണ്ടത്, ഇതിൽ ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടോ? CA ക്ക് ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ CMAക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ അവിടെ കണ്ടില്ല. ഇപ്പോൾ അത് തെളിഞ്ഞു. കാരണം ബ്ലൂവോ ബ്ലാക്ക് യൂസ് ചെയ്യാമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളുടെ ഇഷ്ടമാണ്. ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബ്ലാക്ക് ആണ്. സോ പ്രിഫറബിളി ബ്ലാക്ക് ആണ് നല്ലതെന്ന് തോന്നുന്നു. ഈ ബ്ലൂ യൂസ് ചെയ്യേണ്ടവർക്ക് എന്ത് ചെയ്യാം? ബ്ലൂ യൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ് ബ്ലാക്ക് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, എന്താ പറയുക, ബ്ലാക്കാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ പറഞ്ഞു, നിങ്ങളെ ഇഷ്ടം ബ്ലാക്കോ ബ്ലൂവോ യൂസ് ചെയ്യാന്നുള്ളത്. ആൻഡ് യൂസ് സം ഗുഡ് പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, അതൊക്കെ ഇമ്പോർട്ടൻ്റാണ്. വെറുതെ ഏതെങ്കിലും പെൻ യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾ എഴുതി പരിചയമുള്ള പെൻ യൂസ് ചെയ്യണം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യൽ പിൻ പോയിൻ്റാണ്. ഞാൻ എഴുതി പഠിക്കാനും മെയിൻ ആൻസേഴ്സ് എഴുതി പഠിക്കുമ്പോൾ പിൻ പോയിന്റ് യൂസ് ചെയ്യും. ആൻഡ് അതുപോലെ തന്നെ ഞാൻ എക്സാമിന് പിൻ പോയിൻ്റാണ് കൊണ്ടുപോകുക. കാരണം എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള പെന്ന് പിൻ പോയിൻ്റാണ്. ഞാൻ ടെക്നോട്ടിപ്പ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റില്ല. കാരണം പണി പാളും. അതിന് ഓരോ ഫിംഗറിൻ്റെ അനുസരിച്ചിട്ട് ആ ടിപ്പില്ലേ, ആ ടിപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എക്സാമിൻ്റെ ആ എഴുതുന്ന ആ നീറ്റ്നെസ്സിന്. സോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പെന്ന് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. ഓക്കെ, സോ അത് ശ്രദ്ധിക്കണേ. ലെക്സി, ഓക്കെ, നിങ്ങളിഷ്ടം. CA ഫൈനൽ തോട്ട്സ്. ഓക്കെ, ലെക്സി, നിങ്ങളിഷ്ടം. അത് നിങ്ങൾക്ക് ഏതും യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളിഷ്ടം. അപ്പോൾ ഇവിടെ ബബിൾ ചെയ്യണമെന്ന് പറഞ്ഞ MCQs. ഇനി നോക്കിക്കേ, ഡാർക്കനിങ് ഓഫ് ബബിൾ മോർ ദാൻ വൺ ഫോർ ആൻ ആൻസർ എന്ന് വെച്ചാൽ നിങ്ങൾ 2 എണ്ണം എന്ത് ചെയ്ത് ഇങ്ങനെ ബബിൾ ചെയ്ത് കൊടുത്ത്. അപ്പോൾ 2 എണ്ണം ബബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് ഇൻവാലിഡ് ആവും. അതിന് മാർക്ക് കിട്ടില്ല. 0 മാർക്കാണ് ഗ്രാൻഡ് ചെയ്യുക. അപ്പോൾ മാർക്ക് ചെയ്യാത്ത പോലെ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ഇതിൻ്റെ പ്രശ്നം ഉദിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ബ്ലാക്കോ നമ്മളെ പെന്ന് കൊണ്ട് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും? പിന്നെ നമുക്ക് തിരുത്താൻ ഓപ്ഷൻ ഇല്ല. സോ ഒരു വഴി ഇതിനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ആ വഴി കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം, ഇവർ പ്രത്യേകം പറയുന്നുണ്ട് ബ്ലൂ ഓർ ബ്ലാക്ക് പെൻ യൂസ് ചെയ്യണം. പിന്നെ അപ്പോൾ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റ് അത് പറയാൻ പറ്റില്ല. നിങ്ങൾക്കിത് പുതിയത് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ കറക്റ്റ് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ CA എക്സാംസിന് പെൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട് പെന്നിന് പകരം ബബിൾ ചെയ്യാൻ. പക്ഷേ എനിക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട് അതിന്. എനിക്ക് അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പെൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അറിയാതെ യൂസ് ചെയ്തതാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് യൂസ് ചെയ്തതല്ല, അറിയാതെ പെൻസിൽ കൊണ്ട് യൂസ് ചെയ്തതാണ്. പിന്നെ മനസ്സിലായത് പെന്നാണ് യൂസ് ചെയ്യേണ്ടിയെന്ന്. CA ഇൻ്റർനല്ല, CA ഫൈനലിന്.
CA ഫൈനലിനാണ് ഞാൻ MCQ ബബിൾ ചെയ്തപ്പം ഞാൻ പെൻസിൽ കൊണ്ട് ബബിൾ ചെയ്തു. പിന്നെ മനസ്സിലായത് പെൻസിലല്ല ഇത് യൂസ് ചെയ്യേണ്ടത്, പെൻ തന്നെയാണ് യൂസ് ചെയ്യണമെന്ന് മനസ്സിലായത്. പിന്നീട് അങ്ങോട്ട് പെൻ തന്നെ യൂസ് ചെയ്തത്. പക്ഷേ ഞാൻ അവിടെ ഒരു കാര്യം ചെയ്യുമായിരുന്നു. അതായത് ഞാൻ ആദ്യം ഇപ്പം അതായത് അല്ല അറിയണ ആൻസർ MCQ നേരെ പെന്നായിട്ട് മാർക്ക് ചെയ്യും. നോ ഒരു പ്രശ്നമൊന്നുമില്ല, നേരെ പെന്നായിട്ട് മാർക്ക് ചെയ്ത് പോകും. പിന്നെ അവിടെ ഇതില്ല. ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നീട് ഓർത്താൽ കിട്ടുന്ന അങ്ങനത്തെ ഒക്കെ സാധനങ്ങളില്ലേ MCQs ഇല്ലേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിടും. ഓക്കെ, പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ടിട്ട് ഞാൻ അവിടെ ലീവ് ചെയ്യും. എന്നിട്ട് പിന്നെ വന്നിട്ട് എന്ത് ചെയ്യും, ഓർമ്മയിൽ കിട്ടുകയാണെങ്കിൽ പിന്നെ വന്നിട്ട് ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യും, ഞാൻ തിരുത്തണമെങ്കിൽ തിരുത്താം, അല്ലെങ്കിൽ ഇതാക്കാം. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ക്വസ്റ്റ്യൻ കുറച്ച് പണിയുണ്ട്, അല്ലെങ്കിൽ ഇത് കുറച്ച് MCQ കുറച്ച് ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. പേഴ്സണലി നമുക്ക് തോന്നുമല്ലോ ചില MCQ നമുക്ക് ഒരു എക്കച്ചങ്കാന്ന് പറയില്ലേ, അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് പിന്നെ വന്ന് പെന്നാക്കുക. മായ്ച്ചിക്കാണ്ട് എന്ത് ചെയ്താൽ മതി, പെന്നാക്കിയാൽ മതി. ഓക്കെ, എല്ലാം അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. എങ്ങനെയായാലും 30 എണ്ണത്തിൽ ഒരു 10-20 എണ്ണം എന്തായാലും നല്ല ഷുവർ ഷോട്ടായിട്ട് അറിയുന്നുണ്ടാവും. 20 എണ്ണം എന്തായാലും അറിയുന്നുണ്ടാവും. ഓക്കെ, ഇനി അപ്പോൾ MCQക്ക് ഇപ്പം എക്സ്പ്ലനേഷൻ വേണ്ട, അതിനൊരു ഇതായി, കുറച്ചും കൂടി എളുപ്പമായി. നെഗറ്റീവ് മാർക്കില്ല, MCQന് നെഗറ്റീവ് മാർക്കില്ല. CAക്ക് തന്നെ കൊണ്ടുവന്നിട്ടില്ല. CAക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നു നെഗറ്റീവ് മാർക്ക്, പക്ഷേ അത് വേണ്ടാന്ന് വെച്ച്. നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കൊന്നുമില്ല MCQ. പക്ഷേ ഇനിയൊരു കാര്യം പറയാം, എടാ നമ്മൾ ഒരു സബ്ജക്റ്റിൽ പാസ്സാവുന്നതിൻ്റെ പ്രധാന ഘടകം ഒന്ന് MCQ ആണ് കേട്ടോ. മാർക്ക് സ്കോർ ചെയ്യുന്നതിന് ഏറ്റവും വലിയ ഘടകം MCQ ആണ്. MCQയിൽ ഏകദേശം നിങ്ങൾ സെറ്റാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി എന്ത് ചെയ്യും, ആ സബ്ജക്റ്റ് പാസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഏകദേശം ഒരു 28-26 മാർക്ക് അവിടെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം പഠിച്ച ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിസ്ക്രിപ്റ്റിയിൽ 10-20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഡെഫിനിറ്റ്ലി 40+ ക്രോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ വിജയ സാധ്യത കൂടുതലാണ്. മറ്റേത് MCQs തെറ്റുന്നതിനനുസരിച്ച് ഡിസ്ക്രിപ്റ്റീവ് അത്രയും സ്ട്രോങ് ആയി വരണം. അത് ശരിക്കും പാടാം. ഇവിടെ ഒറ്റയടിക്ക് 2 കിട്ടുക, ഇവിടെ 2 കിട്ടുക, അവിടെ 2 കിട്ടണമെങ്കിൽ എഴുതി പിടിപ്പിക്കണം. സോ ദാറ്റ് ഇസ് എ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് അവിടെ, മനസ്സിലായോ? സോ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. MCQ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, MCQസിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും വരുത്തില്ല. സാർ ഒരു ഡൗട്ട് ഉണ്ട്, നെഗറ്റീവ് മാർക്ക് ഉണ്ട് പറയുന്നുണ്ടല്ലോ, അതൊന്നുകൂടെ. നെഗറ്റീവ് മാർക്ക് ഇല്ലല്ലോ, നെഗറ്റീവ് മാർക്കിൻ്റെ എവിടെ പറയുന്നത്? ഇവിടെ ഓടി നെഗറ്റീവ് മാർക്കിനെ കുറിച്ച് MCQനെ പറയുന്നില്ലല്ലോ. ഇല്ല, എവിടെയും പറയുന്നില്ല നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന്, എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ദർ ഈസ് നോ ക്ലാരിഫിക്കേഷൻ ഓർ സംതിങ്. അതല്ല, ഡൗട്ട് ഉണ്ട്, നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നുണ്ടല്ലോ, അതൊന്നുകൂടെ പറയോ? മനസ്സിലായില്ല, ചോദ്യം മനസ്സിലായില്ല. നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSCക്കൊക്കെ ഉള്ള പോലെ തന്നെ, അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഇത്ര മാർക്ക് കുറയും, അങ്ങനെ സംഭവം. ഇതില്ല, CAക്കൊന്നും CMക്കൊന്നും ഇല്ല. ഭാവിയിൽ വരാം, ഇപ്പം ഇല്ല. ഓക്കെ, ഇതാണ് എക്സാമിനേഷൻ ഇൻസ്ട്രക്ഷനിൽ വന്ന പുതിയ സംഭവം. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് പേജ് ഉണ്ടാവുക, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, CAൻ്റെ സെയിം മോഡൽ ഇങ്ങനെയാണ്. CAൻ്റെ CAക്ക് അങ്ങനെയല്ല എന്ന് വെച്ചാൽ CAക്കും ഇങ്ങനെ തന്നെയാണ്. ഇതിൽ ശ്രദ്ധിക്കുക, ഇതിൽ കറക്റ്റായിട്ട് തന്നെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതാൻ ശ്രമിക്കുക. കുറേ കുട്ടികൾ പറയാറുണ്ട് ഇത് തെറ്റിപ്പോയി, അങ്ങോട്ട് തെറ്റിപ്പോയി, അങ്ങനെ ഇങ്ങനെയായി എന്നുള്ളത്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തെറ്റിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റിസൾട്ടൊക്കെ അപ്പോൾ കറക്റ്റ് വന്നിട്ടുണ്ട്. എനിക്ക് തെറ്റിയെന്താ വെച്ചാൽ ബബിൾ ചെയ്തപ്പം തെറ്റിപ്പോയി, ഈ റോൾ നമ്പർ ബബിൾ ചെയ്തപ്പോൾ തെറ്റിപ്പോയി എന്ന്, ഇൻ്റർ എക്സാമിൽ. അങ്ങനെ ഇൻ്റർ എക്സാമിന് ബബിൾ ചെയ്തപ്പോൾ തെറ്റിപ്പോയി. പക്ഷേ ഈ ഒട്ടിക്കണ സാധനം ഉണ്ടല്ലോ, ഒട്ടിക്കണ സാധനം വെച്ചിട്ടാണ് സംഭവം ചെയ്യുന്നത്. ഇതുകൊണ്ടല്ല, എന്നാലും തെറ്റിക്കാതിരിക്കുക. ഇനി തെറ്റിയാൽ തന്നെ നമുക്ക് അവിടെ വൈറ്റ്നർ യൂസ് ചെയ്യാൻ തോന്നുന്നു. വൈറ്റ്നർ കൊണ്ടുപോയി നടക്കുന്നത് കാണാറുണ്ട്. ഈ എക്സാം ഹാളിലുള്ള ഇൻവിജിലേറ്റേഴ്സിൻ്റെ അടുത്ത് വൈറ്റ്നേഴ്സ് ഉണ്ടാവാറുണ്ട്. സോ വൈറ്റ്നേഴ്സ് വെച്ചിട്ട് നമുക്ക് തിരുത്താൻ പറ്റും. ഓക്കെ, CMA റോസ് കളർ വിട്ട് ഒരു കളിയില്ല. അത് CAയും അങ്ങനെ തന്നെ അല്ലേ, റോസ് കളർ അല്ലേ? അല്ലേ, റോസ് കളർ അല്ലേ? ആണല്ലോ, ആണ്. ഓക്കെ, സോ ഇത്രയാണ്. ഇത് ശ്രദ്ധിക്കുക, ഇത് ശ്രദ്ധിച്ചിട്ട് ഇപ്പോൾ, കാരണം ഈ പാറ്റേൺ ആദ്യമായിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് പാടില്ല. അത് പ്രാക്ടീസ് ചെയ്യാന്നല്ല, ഈ സംഭവം ഇങ്ങനെ കണ്ടറിഞ്ഞിട്ട് വേണം പോവാൻ. ഓക്കെ, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഇതിൽ ബാക്കിയുള്ളതൊക്കെ നോർമൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, മൊബൈൽ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ എന്നുള്ള സംഭവങ്ങളാണ്. സോ അതിൽ കാര്യമില്ല. പിന്നെ ഇതൊരു ചോദ്യം ഉള്ളത്, ഇതിൽ എനിക്കും ഉള്ളൊരു സംശയം അതാണ്, ഈ MCQ വർക്കൗട്ട് ചെയ്യാനുള്ള സെപ്പറേറ്റ് സ്ഥലം ഇല്ല, ശരിയല്ലേ? സെപ്പറേറ്റ് സ്ഥലമില്ല. ഇനി ഇവർ കൈലാ മണ്ണുത്തി എന്താ അറിയില്ല, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഓക്കെ, അതായത് ഇവിടെ MCQ, ഇപ്പോൾ MCQ ഒരു പ്രോബ്ലം MCQ ആണ്. അപ്പോൾ അത് എഴുതി നോക്കണ്ടേ, അത് എവിടെ എഴുതും? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നും എഴുതാൻ പാടില്ല എന്ന് ഇവിടെ എവിടെയോ ഇതിൽ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, എവിടെയോ പറയുന്നുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ MCQയിൽ ആൻസർ ഷീറ്റിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്യാം. യെസ്, കറക്റ്റ്, ആൻസർ ഷീറ്റിൻ്റെ ബാക്ക് സൈഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സൈറ്റിൽ ഇൻസ്ട്രക്ഷനിൽ പാരൻറ്റിൻ്റെ
ആൻസർ ഷീറ്റിന്റെ ലാസ്റ്റ് ചെയ്യണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് MCQന്റെ ഓക്കെ ലാസ്റ്റ് റഫ് ഏരിയാസ് യൂസ് ആക്കാം. ഓക്കെ, ദെൻ യൂസ് ഇറ്റ്. ലാസ്റ്റ് റഫ് ഏരിയാസ് യൂസ് ആക്കാം. ഈ CAക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MCQക്ക് സെപ്പറേറ്റ് ബുക്ക്ലെറ്റ് ആയതുകൊണ്ട് ആ ബുക്ക്ലെറ്റിൽ റഫ് ചെയ്യാനുള്ള ബ്ലാങ്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലാങ്ക് സ്പേസിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ബുക്ക്ലെറ്റ് അല്ലല്ലോ, ഒറ്റൊരു ഇതല്ലേ. ഇപ്രാവശ്യം ബുക്ക്ലെറ്റ് ആക്കുന്നുണ്ടോന്ന് അറിയില്ല, ഉണ്ടാവില്ല. മിക്കവാറും ഇതിന്റെ കൂട്ടത്തിലാന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബുക്ക്ലെറ്റ് ആയിട്ട് ഉണ്ടാവില്ല, സെപ്പറേറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, ബുക്ക്ലെറ്റ് ആക്കുകയാണെങ്കിൽ മിക്സ് ആയിട്ടൊക്കെ കാര്യം വരിക. അങ്ങനത്തെ ഇതിലേക്ക് പോകുന്നില്ല എന്ന് തോന്നുന്നു. അതിനെക്കുറിച്ചൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഇനി ഇവിടെ പറയുന്നില്ല, ജസ്റ്റ് അങ്ങനെ ഡയറക്റ്റ് ആണെന്നുള്ള രീതിയിൽ തന്നെ പറയുന്നുള്ളൂ. ബുക്ക്ലെറ്റിന്റെ കാര്യമൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ സാർ, യൂസ് ദി. അപ്പോൾ അതിനൊരു മറുപടി, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ MCQയുടെ ഇത് വന്നു കഴിഞ്ഞാൽ എവിടെ ചെയ്തു നോക്കും എന്നുള്ളത്. അപ്പം ആൻസർ ഷീറ്റിന്റെ ബാക്ക് സൈഡ് റഫ് ഏരിയാസിൽ യൂസ് ആക്കാം എന്ന് പറയുന്നുണ്ട്. സോ അതെല്ലാവർക്കും ഉള്ള മറുപടിയാണ്. കുറേ ആൾക്കാർക്ക് കയ്യിൽ സംശയം ഉണ്ടായിരുന്നു. ആൻസർ ഷീറ്റിന്റെ ലാസ്റ്റ് ഏരിയ യൂസ് ആക്കുക. ഓക്കെ, MTPs പോലെയല്ലേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതെ, ക്വസ്റ്റ്യൻ പേപ്പർ MTPs പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതിൽ മാറ്റം വരുത്താൻ ചാൻസ് ഇല്ല. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെയാണ് അവർ സെറ്റ് ചെയ്യാറ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഇനി അപ്പം നമ്മൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്, നമ്മൾ 2-3 സർട്ടിഫൈഡ് കോപ്പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർട്ടിഫൈഡ് കോപ്പീസ് ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് എൻ്റെ സബ്ജക്റ്റിനായിട്ടുള്ള DT നോക്കാം. ഓക്കെ, മൈ സബ്ജക്ട് IDT സബ്ജക്ട്. എടാ, ഈ IDT ഇത് വേറെ ഒരാളുടെയാണ്, ഇത് ആരുടെയാണെന്ന് ഞാൻ പറയുന്നില്ല. സം പേഴ്സൻ്റെ ആണ്. അയാൾ 42 മാർക്കാണ് അയാൾക്ക് കിട്ടിയത് ആ സമയത്ത്. സോ ഇവിടെ നമ്മളിവിടെ എത്ര മാർക്ക് കിട്ടി അങ്ങനെയല്ല, വാല്യുവേഷൻ എങ്ങനെയാണ് എന്നുള്ള ആ സംഭവമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, കുറേ പേപ്പേഴ്സ് എനിക്ക് ഓരോരുത്തർ അയച്ചു തന്നിരുന്നു. ഞാൻ എല്ലാം എടുത്തിട്ടില്ല, നമുക്ക് അതിനുള്ള എല്ലാത്തിനും കൂടി ഉള്ള സമയമില്ല. കുറച്ച് കാര്യം മാത്രം നോക്കാം. ഓക്കെ, ജൂൺ അറ്റംപ്റ്റ് ആണ് ജൂൺ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ. ജൂൺ അറ്റംപ്റ്റ് ആണ്. ഓക്കെ, യെസ്. അപ്പോൾ അവിടെ കണ്ട മറ്റേ ആൻസർ, മറ്റേ എക്സ്പ്ലനേഷൻ വേണോ വേണ്ട 2 മാർക്ക് വെച്ച് കിട്ടിക്കണ്ട. ശരിക്കും ഇതും വേണ്ടിയിരുന്നു. ഇനിയിപ്പോൾ അത് കാര്യമില്ല, നമുക്കത് പോയല്ലോ. ഇനിയിപ്പോൾ അതിന് ആവശ്യമില്ല. ഈ സാധനം വേണ്ട ആക്ച്വലി. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇത് മാത്രം മതി ശരിക്കും. ABCD മാത്രം എഴുതിയാൽ മതിയായിരുന്നു. കുറേ ആൾക്കാർ അങ്ങനെ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ MCQ, ഈ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി MCQ? എല്ലാത്തിലും ഏകദേശം കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ ചെയ്തിട്ടില്ല അവർ. 25 തോന്നുന്നു. 22 കിട്ടി MCQന്ന്. 22 പോരാട്ടാ. MCQ ഏകദേശം 26. 2 തെറ്റിക്കുക, അതിനപ്പുറം തെറ്റിച്ചാൽ പ്രശ്നമാണ്. MCQ ബുക്ക്ലെറ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന. ICME റിലീസ് ചെയ്തിട്ടുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആണത്. കാരണം ഇപ്രാവശ്യം പുതിയതായിട്ട് റിലീസ് ചെയ്തുകൊണ്ട് തന്നെ അതിന് ക്വസ്റ്റ്യൻസ് ഇടാൻ ചാൻസ് ഉണ്ട്. പുതിയതായിട്ട് ഇറക്കിയല്ലേ അവർ. സോ അതിൽ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇടാം. ഓക്കെ, ഓൺ ഗോയിങ്. അത് ഡെയിലി വെച്ച് ഇഞ്ഞെങ്കിലും ചെയ്യാം. ചെയ്യാത്തവർ ഇഞ്ഞെങ്കിലും ഡെയിലി വെച്ച് ചെയ്യാം. പിന്നെ കണ്ടോ, ഓരോ ഇവിടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ എന്തോ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്ക്രിബിൾ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതിന് മാർക്ക് ഇവർ ഇട്ടിട്ടുള്ളത്. ഇവർ എങ്ങനെ മാർക്ക് ഇടാന്ന് അറിയോ? ഇവർ പോയിന്റ് നോക്കും. ഓരോ പോയിന്റ് എഴുതിക്കണം. ആ പോയിന്റിനനുസരിച്ച് FM ഒന്ന് പുറത്തുനിന്ന് ചോദിക്കാം. ടെക്സ്റ്റ് ബുക്ക് ബാക്ക് സൈഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, കുട്ടിക്ക് 6 മാർക്ക് കിട്ടിയിട്ടുണ്ട് ഡയറക്റ്റ്ലി. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 6 മാർക്ക് കിട്ടിയിട്ടുണ്ട്. സോ പ്രസൻറ്റ് ചെയ്ത ഏകദേശം എന്താ പറയുക, കുഴപ്പമില്ലാത്ത വേയിൽ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഹാൻഡ് റൈറ്റിങ്ങിന് റെലവൻസ് ഉണ്ടോ? ഇല്ല. ഹാൻഡ് റൈറ്റിങ്ങിന് വലിയ റെലവൻസ് ഇല്ല. സംഭവം കണ്ടാൽ മനസ്സിലായാൽ മതി, അല്ലാതെ വലിയ റെലവൻസ് ഇല്ല. പക്ഷേ ഞാൻ ഒരു സജഷൻ പറഞ്ഞുതരാം. ഈ പേപ്പർ നോക്കുന്ന ആളൊരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ ഒരു ഇംപ്രഷൻ ഇല്ലേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ തെറ്റിക്കാണ്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ ഇംപ്രഷൻ പറ്റ ഡൗൺ ആയി. ശരിയല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ്. പ്രസൻറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റ്, അത് ഫുള്ള് വെട്ടും കുത്ത്, ഇംപ്രഷൻ പോയി. അത് വലിയ ഇമ്പോർട്ടൻ്റാണ്. സൈക്കോളജിക്കലി നോക്കിയേ, നിങ്ങളൊരു പേപ്പർ നോക്കുകയാണ്, നിങ്ങളൊരു ഇൻവിജിലേറ്ററായിട്ട് ഒരു പേപ്പർ വാല്യൂറായിട്ട് നോക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഫുള്ള് തെറ്റി. ആ ഇംപ്രഷൻ, പിന്നെ അതിൻ്റെ ഇടയിൽ ഉടനെങ്കിലും ശരിയാണെങ്കിലും ആ ഒരു ഇതില്ലേ, ആ ഒരു ഇഷ്ടമില്ല, അത് പോവും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കണം ആദ്യം എഴുതണ്ടേ. ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം അറ്റൻഡ് ചെയ്യണം. ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം അറ്റൻഡ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ ഈ കുട്ടിക്ക് 6 കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഇംപ്രഷനാണ് ആക്ച്വലി ഇത്. 6 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നല്ല കിട്ടിയത്. സെക്ഷൻ എഴുതിയിട്ടില്ല. സെക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സെക്ഷൻ 6 എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ സെക്ഷനൊക്കെ എഴുതിയിട്ടുണ്ട്. ആ സെക്ഷൻ എഴുതിയിട്ടില്ല. 5 പോയിന്റ് കിട്ടിയ സെക്ഷൻ എഴുതിയിട്ടില്ല. ഓക്കെ, പിന്നെ വാല്യൂറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കുറേ. കാരണം ഇവർക്കൊരു ഇതാ കൊടുക്കുക, അതായത് ആൻസർ കീ പോലെ കൊടുക്കും. പിന്നെ വാല്യൂ ആ ആൻസർ കീയിൽ പറയുന്നതിനനുസരിച്ച് അതിൽ സ്റ്റെപ്പ് വൈസ് ആ മാർക്കിംഗ് ഉണ്ടാവുക. സ്റ്റെപ്പ് വൈസ് ആ മാർക്കിംഗ് പോവുക. ഓക്കെ, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ പേപ്പറൊക്കെയാണ് ഈ ഒരു സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് എഴുതിയെന്നല്ല, ആ സ്റ്റെപ്പിൽ എന്തെങ്കിലും കണ്ടന്റ് തെറ്റിക്കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല, ഫുള്ള് ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ, സോ സെയിം ഇവിടെ നോക്കി, ബേസിക് സാലറിയുടെ കാൽക്കുലേഷനിൽ അവിടെയൊക്കെ തെറ്റിയുണ്ട്. ഇവിടെയൊക്കെ തെറ്റുള്ളതൊക്കെ മാർക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടോ,
തെറ്റുകളിലൊക്കെ മാർക്ക് ഇട്ടിട്ടുണ്ട്. ദെൻ ഇവിടെ കുറേ ശരിയാക്കി. ആൻഡ് ലാസ്റ്റ് ഇവിടെ പോയിന്റ് വൈസ് മാർക്ക് ഉണ്ട്, അവിടെ കണ്ട 2 മാർക്ക് ഇവിടെ ഇട്ട്. സെക്ഷൻ ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്. സോ ഇതിലേക്ക് മാർക്ക് കിട്ടില്ലേ. സെക്ഷന് വലിയ റെലവൻസ് ശരിക്കും ഇല്ല. വാല്യൂഷൻ 3 പെർ ആണോ ചെക്കിങ്? 3 പെർ എന്താ 3 പെർ മനസ്സിലായില്ല. ആൻസർ പേപ്പേഴ്സ് കേരളത്തിലുള്ള ആളുകളാണോ നോക്കുക? അല്ല, കേരളത്തിലുള്ള ആവില്ല. ഓക്കെ, ഇത് 4 മാർക്ക്, 7 മാർക്കിൻ്റെ 4 മാർക്കൊക്കെ കിട്ടിയ ഇത്രയും എഴുതിയിട്ട്. കണ്ടന്റ് കുറവാണ്. കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം കുറവാണ് അതിലുള്ള. ഈ തിയറി, നിങ്ങൾ തിയറി പേപ്പേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിയറി പേപ്പേഴ്സിലെ മാർക്ക് വീണ് കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും. ഓക്കെ, നമുക്ക് എക്സാമിനേഴ്സ് കമൻറ്റ് ഉണ്ട്, നമുക്ക് നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. എക്സാമിനേഴ്സ് കമൻറ്റ് തന്നെ സാധനമുണ്ട്, നമുക്കത് നോക്കാം. അപ്പം അവരെന്താ എങ്ങനെയാണ് ഈ വാല്യൂസ് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മളെ പേപ്പർ കൊണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാനുണ്ട്. നമുക്ക് നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഈ പേപ്പേഴ്സ് ഒക്കെ നോക്കിയതിന് ശേഷം. തെറ്റുകൾ ഇങ്ങനെ വെട്ടി. ഓക്കെ, അത് ഫുള്ള് തെറ്റാ. ഇത് FOB വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ IDTക്ക് എത്തി. ഇതിൽ മെയിൻ പോയിന്റ് ഇല്ലേ, പിന്നെന്താ കുറച്ച് മെയിൻ പോയിന്റ്സ് ഉണ്ട്, പക്ഷേ ഇവരെ ആൻസർ കീഴിലുള്ള എന്തൊക്കെ പോയിന്റ്സ് കുറവുണ്ടാവും. 7 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ, 7 മാർക്ക് ക്വസ്റ്റ്യനുള്ള കണ്ടന്റ് ഉണ്ടാവില്ല. തിയറി അതാ പ്രശ്നം. തിയറി എത്ര എഴുതിയാലും 7 ഔട്ട് ഓഫ് 7 കിട്ടുന്നത് വളരെ പ്രയാസമായിരിക്കും. പക്ഷേ ഒരു പ്രോബ്ലം സാധനത്തിന് 7 ഔട്ട് ഓഫ് 7 കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തിയറിക്ക് വെരി 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 ചാൻസ് കുറവാണ് 7 ഔട്ട് ഓഫ് 7 കിട്ടാൻ. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വന്നാലേ 7 കിട്ടുന്നുള്ളൂ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ വാല്യൂ ചെയ്യുന്നത്. സോ ഇവിടെ നോക്കി, ഇത് മൊത്തം തെറ്റാ. ആകെ 1 മാർക്കാണ് കൊടുത്തത്. കാൽക്കുലേറ്റ് ചെയ്ത് 1 മാർക്ക് കിട്ടിയാൽ വലിയ കിട്ടല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും 1 മാർക്കിനുള്ളതും ഇതിലില്ല. ശരിക്കും ഇത് 0 മാർക്ക് കൊടുക്കേണ്ടതാണ്. 1 മാർക്കിനുള്ളതും ഇല്ല ശരിക്കും. ഓക്കെ, സോ വേറൊരു കാര്യം, കുറേ ആൾക്കാർ ഗ്യാസ് അടിച്ച് വെക്കാറുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ പരാന്ന് എഴുതി വെക്കും. ഒന്നും ഉണ്ടാവില്ല, വെറുതെ എഴുതും. വെറുതെ നിങ്ങളെ ടൈം സ്പെൻഡ് ചെയ്യാം, ഒരു കാര്യമില്ല. ടൈം സ്പെൻഡ് ചെയ്യാൻ വെറുതെ ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല, 0 മാർക്കാണ് തരിക. ഞാൻ അങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ 0 മാർക്ക് കിട്ടിയില്ല. പേപ്പർ എടുത്ത് നോക്കുമ്പോൾ 0 ആയിരിക്കും. ഈ തിയറി പേപ്പേഴ്സിനൊക്കെ ലോക്കൊക്കെ ഒരു സംഭവം കിട്ടും. ഇപ്പോൾ എത്തിക്സിലൊക്കെ എന്തെങ്കിലും വേർഡായിരിക്കും, പോയിന്റ് ഒന്നും എഴുതാതെ ചറപറാച്ചിട്ട് എഴുതും. അത് ഞാൻ കുറ്റപ്പെടുത്തല്ല, ജനറലി ഗേൾസിൻ്റെ അടുത്താണ് ഞാൻ കണ്ടിട്ടുള്ളത്. ബോയ്സിന് അങ്ങനെ എഴുതാൻ കിട്ടാറില്ല. അങ്ങനെയല്ല, ഗേൾസിന് നല്ല ഇമാജിനറി ഇതുണ്ടാവും. അതായത് ഇങ്ങനെ എഴുതി പോവും, കുറേ എഴുതി പോവും, ഇങ്ങനെ അങ്ങോട്ട് എഴുതി പോവും. ഓക്കെ, സോ അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല, ഗ്യാസ് അടിച്ചിട്ട് കാര്യമില്ല. ഗേൾസിന് ഇല്ല അങ്ങനെ, ഗേൾസ് അങ്ങനല്ലേ ജനറലി, അവർ കുറേ എഴുതാൻ കിട്ടും. അവർക്ക് എങ്ങനെയൊക്കെ എഴുതാൻ കിട്ടുമെന്ന് അറിയില്ല, കുറേ എഴുതുവർ. അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. ഓക്കെ, സോ ടു ദി പോയിന്റ് വൈസ്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ല, അത് ഞാൻ പേപ്പർ വാല്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ പേപ്പർ വാല്യൂ ചെയ്തിട്ടുണ്ട്. ഐ നോ ദാറ്റ്. ആക്ച്വലി ലോ പേപ്പർ, ഈ പറഞ്ഞ ഗേൾസിൻ്റെ ലോ പേപ്പർ കാണുമ്പം ഒരു വട്ടി ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരുപാട് എഴുതിയിട്ടുണ്ടാവും. നമ്മൾ അതിനായിട്ട് വായിച്ചു നോക്കാനേ ഇരിക്കേണ്ടി വരും. ലോ പേപ്പർ എന്തൊക്കെയോ എഴുതും, എവിടുന്നൊക്കെ എഴുതും. ഇപ്പോൾ നമ്മൾ ഒരു കാളനെ കുറിച്ച്, പശുവിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പശു കെട്ടിയിട്ടുള്ള മരത്തിനെ കുറിച്ചും അങ്ങനെ അങ്ങോട്ടൊക്കെ പോകും. ഞാൻ അടിപൊളി വാങ്ങി, അതിൽ കോസ്റ്റിലും FAയിലും 4 മാർക്ക് വെച്ച് കൂടിയുണ്ട്. അതൊരു ചോദ്യം കേട്ടോ. ഒരാൾ ചോദിച്ചിട്ടുണ്ട്, സർട്ടിഫൈഡ് കോപ്പി വാങ്ങിയപ്പം FAയിൽ ഒരു 4 മാർക്ക് എക്സ്ട്രാ കാണുന്നുണ്ട്, അതുപോലെ തന്നെ കോസ്റ്റിലും ഒരു 4 മാർക്ക് എക്സ്ട്രാ കാണുന്നുണ്ട്. അതെന്താന്ന് ചോദ്യം. അതിന് ഉത്തരം ഞാൻ ഇപ്പം തരാം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉത്തരമാണത്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം FA ലിറ്റിൽ ടഫായിരുന്നു. ശ്രദ്ധിച്ചിരുന്ന ലെങ്തി ആയിരുന്നു പേപ്പർ. കുറേ കുട്ടികൾ കരഞ്ഞിരുന്നു, അല്ലെങ്കിൽ പിന്നെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അല്ലേ കുറേ ഭയങ്കര കരച്ചിലും പിരിച്ചിലൊക്കെ ആയിരുന്നു ആക്ച്വലി ആ അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ. മീൻസ് FA കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ഡ്രോപ്പ് ചെയ്തവർ വരെ ഉണ്ട്. യെസ്, ഗ്രേസ് മാർക്ക്. ഗ്രേസ് മാർക്ക് ഉണ്ട്. ആക്ച്വലി ഗ്രേസ് മാർക്ക് ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഗ്രേസ് മാർക്ക് ഉണ്ട് എന്ന്. ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രേസ് മാർക്ക് സംഭവം ഉണ്ട്. ചില പേപ്പർ ടഫ് ആണെങ്കിൽ എക്സ്ട്രാ മാർക്ക് തരും. അതുപോലെ തന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ ഫൈനലിൽ പാസ്സായത്, എനിക്ക് 3 പേപ്പറായിരുന്നു. 3 പേപ്പറിൽ 2 പേപ്പറിൽ 50 സംതിങ്, ഒരു പേപ്പറിൽ 58, മറ്റേ പേപ്പറിൽ 69 അങ്ങനെ സംതിങ് ഉണ്ടായിരുന്നു. ആൻഡ് ഓഡിറ്റിൽ മാത്രം എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ മാർക്ക് കുറയുന്നത്. പക്ഷേ ഞാൻ കറക്റ്റ് 40ലാണ് കിട്ടിയത്. എനിക്കങ്ങനെ കറക്റ്റ് 40 കിട്ടിയേ? കറക്റ്റ് 40 ഞാൻ എഴുതുമോ? ഇല്ല. ഐ ഗോട്ട് സംതിങ് 35+ സംതിങ് എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക. മറ്റേതിൽ 2 മാർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ എന്നെ 40 ആക്കിയിട്ട് എന്ത് ചെയ്തു, ഞാൻ പാസ്സായതാണ്. അങ്ങനെ ഉണ്ട്, അത് നിങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇഫ് ഒരു പേപ്പർ ടഫ് ആണെങ്കിലും റൈറ്റ് ഇറ്റ്. 100 മാർക്കിന് എഴുതാൻ ശ്രമിക്ക്, എഴുത്. ആസ് എ തലവര മാത്രമല്ല, അത് ഇറ്റ്സ് എ സം ടോട്ട് ഓഫ് ലക്ക്. പക്ഷേ ഞാൻ ഒരു പേപ്പർ, ഇപ്പോൾ ഫസ്റ്റ് പേപ്പർ ടഫായി, അത് ഓലയിച്ചിട്ട് മറ്റു പേപ്പറിലൊക്കെ അത് എഫക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഫെയിലിയർ ആവും. മനസ്സിലായോ? അപ്പോൾ FA ലെങ്തി ആക്കിയപ്പോൾ എന്താ ഉണ്ടായത്, കുറേ ആൾക്കാർ ഡ്രോപ്പ് ഔട്ട് ചെയ്ത്. അപ്പം തന്നെ കുറേ ആൾക്കാർ ഔട്ടാക്കിയില്ലേ, കുറേ ആൾക്കാർ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയി, നെക്സ്റ്റ് പേപ്പർ കോളായി, അപ്പം തന്നെ കുറേ ആൾക്കാർ ഔട്ടായില്ലേ. ഇതൊന്നും ഇല്ലാതെ ആ FA കുറിച്ച് മറന്ന് ബാക്കി എഴുതിയവരൊക്കെ പാസ്സായി.
കുറേ കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം FA കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടഫായി, അറിയുന്നതും എഴുതാൻ പറ്റിയില്ല, ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല, അത് ഇതെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായി. അപ്പോൾ FAക്ക് 4 മാർക്ക് എക്സ്ട്രാ കൊടുത്തു. കോസ്റ്റും സംതിങ് ടഫായിരുന്നു തോന്നുന്നു. ലെങ്തി ആയിരുന്നു തോന്നുന്നു കോസ്റ്റിംഗ്. എക്സ്ട്രാ കൊടുത്തു. ഗ്രേസ് മാർക്ക് ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഗ്രേസ് മാർക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കണ്ട, 100 മാർക്കിന് എഴുതുക പോരുക. അടുത്ത പേപ്പറിനെ കുറിച്ച് ചിന്തിക്കുക. ആ പേപ്പർ അവിടെ കഴിഞ്ഞ്. ഓക്കെ. സോ നമ്മൾ സർട്ടിഫൈഡ് കോപ്പി അങ്ങനെ ജസ്റ്റ് ഇതിപ്പം അവിടെ കണ്ട GST നെറ്റ്വർക്കിനെ കുറിച്ച് ചെയ്താലുള്ള 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് കഴിച്ചിട്ട് എക്സാമിന് പോയിക്കോ. കോമഡി ആക്കല്ലേ. ഓക്കെ. GST സാർ ഈ കൂടിയ മാർക്ക് നെക്സ്റ്റ് ഇല്ലില്ല, കൂടിയ മാർക്ക് നെക്സ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടുക. നെക്സ്റ്റ് അറ്റംപ്റ്റിൽ FA ടഫ് ആണെങ്കിൽ ദേ മേ ഗിവ് ഗ്രേസ് മാർക്ക്. അത് അവരുടെ ഇഷ്ടമാണത്, ഗ്രേസ് മാർക്ക് തരണോ വേണ്ടെന്നുള്ളത്. നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല ഗ്രേസ് മാർക്ക് തരും എന്നുള്ളതൊന്നും. ചിലപ്പം തരികയില്ല, തീരെ ഉണ്ടാവില്ല ഗ്രേസ് മാർക്ക്. ഡിപ്പെൻസ്. അത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല തരണം എന്നുള്ളത്. ഓക്കെ. സോ അങ്ങനെ ഇല്ല. GST നെറ്റ്വർക്കിനെ കുറിച്ച് എഴുതിയപ്പോൾ 1 മാർക്കാണ് കിട്ടിയത്. ഒന്നുമില്ല ഇതിൽ. ആക്ച്വലി GST നെറ്റ്വർക്ക് പോലെ 7 മാർക്കിനുള്ള സാധനമാണ്. സോ അത്യാവശ്യം നല്ല കണ്ടന്റ് എഴുതണം, നല്ല മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ. സോ ഞാൻ പ്രാവശ്യം ഒരു പ്രഡിക്ഷൻ പറയട്ടെ. DTയിൽ ഒരു പ്രഡിക്ഷൻ. ഞാൻ പ്രഡിക്ഷൻ വേറൊരു സെഷൻ ചെയ്താലോ എന്ന് വിചാരിച്ചിരുന്നു. മീൻസ് പ്രഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഫോർ IDTയിലെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ. 40+ ആണെങ്കിൽ 44 കിട്ടുമോ? യെസ് കിട്ടും. പേപ്പറിലുള്ളതിനെക്കാളും എക്സ്ട്രാ ഒരു 4 മാർക്ക് കിട്ടും. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ചോദിക്കും തോന്നുന്നു. എൻ്റെ ഒരു ഇൻറ്റൻഷനാണ്. ചിലപ്പം ഞാനിങ്ങനെ ഊഹിക്കുകയാണ്. ചിലപ്പം ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കോസ്റ്റിങ്ങിൻ്റെ വർക്കിംഗ് നോട്ട് മാർക്ക് കിട്ടില്ല. യെസ് കിട്ടും. വർക്കിംഗ് നോട്ടിന് മാർക്ക് ഉണ്ട്. ഓക്കെ. ദെൻ നമുക്ക് വേറൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. DTയുടെ നമുക്ക് പ്രഡിക്ഷൻ വേറെ ചെയ്യാം, വേറെ സെഷൻ ചെയ്യാം. നമുക്ക് ഇനി ലോ ഈ പേപ്പർ ഇതൊരു കുട്ടിയുടെയാണ്. ഇത് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയൊരു പേപ്പറായിരുന്നു ലോൻ്റെ. പക്ഷേ ആ കുട്ടി ഇതിൽ ലൈവിലുണ്ടോയെന്ന് അറിയില്ല. ആ കുട്ടി ഇത്ര മാർക്കല്ല എക്സ്പെക്ട് ചെയ്തത്, ഇതിനേക്കാളും മാർക്ക് എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ ആൾക്ക് ആ വിചാരിച്ച അത്ര മാർക്ക് കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ. ഇതിൽ MCQs കുറച്ച് തെറ്റുണ്ട്. 3-4 തെറ്റുണ്ട്. സോ വലിയൊരു മിസ്റ്റേക്കാണ് ആക്ച്വലി. MCQs മാക്സിമം ശരിയാക്കാൻ നോക്കണേ, കോപ്പിടിച്ചിട്ടെങ്കിലും. MCQs നമ്മൾ മിസ്സാക്കരുത്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് പറയാനുള്ളത്. MCQs അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി പാസ്സാവാനുള്ള ചാൻസ് അത്രയും കൂടുതലാണ്. ഓക്കെ. സോ ഇതിൽ ഇപ്പോൾ ഇത് നോക്കിയേ, ഇത് എത്തിക്സിലൊരു ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് ചോദിച്ചത്. നല്ലൊരു പ്രസൻറ്റേഷൻ ആയിട്ട് എനിക്ക് തോന്നി. കുഴപ്പമില്ല. ഇതൊരു പ്രസൻറ്റേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സാർ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് 1 എന്താ അവസ്ഥ എന്ന് മൊത്തം പ്രഡിക്റ്റ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ എൻ്റെ കാര്യം പ്രഡിക്റ്റ് ചെയ്ത് തരാറുണ്ട്. ജസ്റ്റ് ഒരു അനാലിസിസ്, അത്രയേ ഉള്ളൂ. പ്രഡിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇമോഷണലി ഇങ്ങനെ ഒരു ഹെഡിങ് ഒക്കെ കൊടുത്ത് എഴുതുമ്പോൾ ഇറ്റ്സ് എ പെർഫെക്റ്റ് തിങ്. ഒരു തിയറി ബേസ്ഡ്, ഡിസ്ക്രിപ്റ്റീവ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു കേസ് സ്റ്റഡി എല്ലാം പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ബേസ്ഡ് ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് അവിടെ ചോദിച്ചത്. സോ ഡെഫിനറ്റ്ലി റൈറ്റ് എ ഹെഡിങ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഒരു ഷോർട്ടായിട്ട് അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. ദെൻ കണ്ട 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സോ അങ്ങനെ എന്നിട്ട് അത് എഴുതിയിട്ട് പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഹെഡിങ് വെച്ചിട്ട്. മനസ്സിലായോ? ക്ലാസിക് ആയിട്ടുള്ള നല്ലൊരു പ്രസൻറ്റേഷൻ ആക്ച്വലി ഇത്. കിങ് ഓഫ് പ്രഡിക്ഷൻ. എടാ എന്നെ എത്ര ഇങ്ങനെ ഊക്കലടാ. ഇവൻ ഡയറക്റ്റ് മെസ്സേജ് അല്ല ഫുൾ അയക്കുന്നേ. ഓക്കെ. ഓക്കെ. സോ ഇങ്ങനെയുള്ളൊരു പ്രസൻറ്റേഷൻ ആക്ച്വലി നന്നായിരിക്കും. അത് ഡിസ്ക്രിപ്റ്റീവ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ. കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിലോ, കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ പ്രൊവിഷൻ, ഫാക്ട്, കൺക്ലൂഷൻ ആ ബേസിൽ തന്നെ പോകണം. ഓക്കെ. ആ ബേസിൽ തന്നെ പോകണം. ഇതൊക്കെ കുഴപ്പമില്ല. പക്ഷേ ഈ കുട്ടി പറയുന്നത് ഈ കുട്ടിക്ക് വിചാരിച്ച അത്ര മാർക്ക് കിട്ടിയില്ല. മീൻസ് ഫുൾ എഴുതിയിട്ടും സ്റ്റിൽ ദേ ആർ ഗെറ്റിംഗ് 5. ആ കുട്ടിക്ക് അധികവും 5 കിട്ടിയത്. അധികം ക്വസ്റ്റ്യൻസിനും 5 കിട്ടിയത്. കണ്ടോ? അപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അത് കണ്ടോ, അവരൊക്കെ 5 കിട്ടിയത്. അപ്പം മനസ്സിലാക്കിയൊരു കാര്യമായിരുന്നു ആക്ച്വലി നമ്മൾ തിയറി പേപ്പേഴ്സിന് മാർക്ക് കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കാണാം, ഈ ലോ പേപ്പേഴ്സിനൊക്കെ മാർക്ക് കിട്ടുന്ന കുട്ടികൾ വളരെ കുറവായിരിക്കും. ഭയങ്കര മാർക്ക് കിട്ടുന്നത് എക്സംഷൻ അടിക്കുന്നവരൊക്കെ കമ്പാരിറ്റീവ്ലി പ്രോബ്ലം പേപ്പേഴ്സിനെക്കാളും കൊണ്ട് ഈ കുട്ടി അണ്ടർലൈൻ വരെ ചെയ്തിട്ടുണ്ട് ഓരോ പോർഷൻസ്. ഇതും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതായത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. അപ്പം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളില്ല, അതായത് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. യൂസ് യുവർ പെൻ ഓർ പെൻസിൽ. പെൻ എന്നേക്കാളും ബെറ്റർ എന്ന് തോന്നുന്നു. നിങ്ങൾ ഇന്ന് പെന്നോട് തന്നെ അണ്ടർലൈൻ ചെയ്താൽ മതി. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങളൊരു കോലം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വീടല്ല കോല നോക്കുക, അല്ലേ? നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതല്ലേ നോക്കുക. അപ്പം ഈ വാല്യൂവർ പേപ്പർ എടുത്ത് ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ പെട്ടെന്ന് ഈ സെക്ഷൻ സ്ട്രൈക്ക് ചെയ്യും അയാളെ മുന്നിൽ. അല്ലെങ്കിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്തത് വേഗം അയാളെ മുന്നിൽ സ്ട്രൈക്ക് ചെയ്യും. സോ ഡെഫിനറ്റ്ലി അതൊരു പ്ലസ് പോയിൻ്റാണ്. അത് കറക്റ്റ് ആണെങ്കിൽ. അതൊരു തെറ്റാണെങ്കിൽ നിങ്ങളെ
ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്, കണ്ടാ ഞാൻ തെറ്റിച്ചിക്കണ് എന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന പോലെ. തെറ്റുള്ളതൊന്നും കൊണ്ടുപോയിട്ട് ഗ്യാസ് അടിച്ചതൊന്നും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ അണ്ടർലൈൻ ഇട്ട് വെക്കരുത്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഇതൊക്കെ എന്ത് ചെയ്യുക. അത് ഞാൻ പറയാം. മുഹമ്മദ് സിനാൻ ഞാൻ പറയാം ലാസ്റ്റ് അത് പറയാം. റൈറ്റിംഗ് ബ്ലാക്കിങ് അണ്ടർലൈൻ ബ്ലൂയിങ് വേണ്ട. റൈറ്റിംഗ് ബ്ലാക്കിങ് അണ്ടർലൈൻ ബ്ലൂയിങ് വേണ്ട. അത് ഒരു മറ്റേ എല്ലാ കളറും കൂടി മിക്സ് ചെയ്ത പോലെയാവും. സോ യൂസ് യുവർ സെയിം ഇങ്ക്. അതാണ് പ്രൊഫഷണൽ വേ. മൾട്ടിപ്പിൾ ഇങ്ക്സ് ഒരു പേപ്പറിൽ യൂസ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ വേ അല്ല ശരിക്കും. സോ യൂസ് എ സെയിം ഇങ്ക് ഇറ്റ് സെൽഫ്. അണ്ടർലൈൻ ചെയ്യാൻ ആ സെയിം ഇങ്ക് തന്നെ യൂസ് ചെയ്താൽ മതി. ഓർ യൂസ് യുവർ പെൻസിൽ. ബെറ്റർ പെൻസിലിനേക്കാളും ഞാൻ പറയും നിങ്ങൾ ആ പെൻ തന്നെ യൂസ് ചെയ്തിട്ട് അണ്ടർലൈൻ ചെയ്താൽ. അണ്ടർലൈൻ ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ്. അത് വിചാരിച്ചിട്ട് എല്ലാതും കൂടി കൊണ്ട് അണ്ടർലൈൻ ചെയ്യുന്ന പോലെ ആവരുത്. ടു ദി പോയിന്റ്. ആ കാര്യങ്ങൾ മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ സെക്ഷൻ ഏതെങ്കിലും സെക്ഷൻ അല്ലെങ്കിൽ ആ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പോയിന്റ് വേർഡ് അങ്ങനത്തെ ഒക്കെ. ഇപ്പോൾ ചില വേർഡ് അല്ല ലോ വേർഡ് ഉണ്ടോ, ലോ ലാംഗ്വേജ് ഉണ്ടോ, അതൊക്കെ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്തിടുക. ഭയങ്കര ഇമ്പോർട്ടൻസ് ആണത്. ഞാൻ ചെയ്യാറുണ്ട്. കാരണം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്. ഇത് ഹാൻഡ് റൈറ്റിംഗ് മോശമായ ഒരു സ്പെസിഫിക്കലി ചെയ്യേണ്ട കാര്യം ഇത്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്. എൻ്റെ സർട്ടിഫൈഡ് കോപ്പി എടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര മോശമാണ്. അതിൻ്റെ ഇത് ഫസ്റ്റത്തെ 2-3 ക്വസ്റ്റ്യൻ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും. അവസാനം എത്തുമ്പോഴത്തേക്കും പിന്നെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഹാൻഡ് റൈറ്റിംഗ് ഒരു കഥ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൻസർ കഴിയുമ്പോൾ തന്നെ ഞാൻ അപ്പോൾ തന്നെ അണ്ടർലൈൻ ഇട്ട് വെക്കും. അണ്ടർലൈൻ ഇട്ട് വെക്കും ഓരോ ഐറ്റംസ്. എവിടേക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വരുന്നതെന്നുള്ളത്. സോ മാർക്ക് കിട്ടാറുണ്ട് അതിന്. ഓക്കെ. സോ ഇത് നിങ്ങൾക്ക് ബെറ്ററായി തോന്നിയ ഒരു പ്രസൻറ്റേഷൻ വന്ന ഒരു പേപ്പറായിരുന്നു, ലോ പേപ്പറായിരുന്നു. ഓർമ്മിക്കാൻ എന്തെങ്കിലും ടിപ്സ്? ഓർമ്മിക്കാൻ ന്യൂമോണിക്സ് ഒക്കെ യൂസ് ചെയ്യാന്നേ ഉള്ളൂ ലോ ഓർമ്മിക്കാൻ. ഓക്കെ. പിന്നെ ഈ കുട്ടി എന്നോട് പറഞ്ഞിരുന്നു ലോ അത്രയും നന്നായി പഠിച്ചിരുന്നു, അത്രയും പെർഫെക്റ്റ് ആയിട്ട് പഠിച്ച പേപ്പറായിരുന്നു. അതുകൊണ്ടാണ് ഈ കുട്ടി സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഈ മാർക്ക് കിട്ടുക. കാരണം ഒരു എക്സാംഷൻ പ്രതീക്ഷിച്ച പേപ്പറായിരുന്നു, ബട്ട് അതൊക്കെ കിട്ടിയില്ല. കാരണം എനിക്ക് തോന്നി നല്ലൊരു പേപ്പറാന്ന് തോന്നി. എന്താണെന്നറിയില്ല, മാർക്ക് അവർ ഭയങ്കര റെഡ്യൂസ് ചെയ്തിട്ട് മീൻസ് 7 ഉള്ളത് 5 ഒക്കെ കൊടുത്തിട്ടാണ്. ഒന്നിനും ഫുൾ മാർക്ക് കിട്ടിയിട്ടില്ല. സോ അതാ പറഞ്ഞ ലോലൊന്നും MCQ മിസ് ചെയ്യരുത്. ഓക്കെ, MCQ മിസ് ചെയ്യരുത് ലോലൊന്നും. ഓക്കെ. സോ ഇതാണ് ലോനെ കുറിച്ച് പറയാനുള്ളത്. പോയിന്റ്സ് സീനാണോ? പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ലോക്ക് മാർക്ക് കിട്ടാൻ. യൂസ് യുവർ ലോ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്. നമ്മൾ ഓൺ വേർഡ്സിൽ എഴുതുന്നതിൽ ഞാൻ അത്ര നല്ലതാണെന്ന് പറയുന്നില്ല. ഓൺ വേർഡ്സ് എഴുതുന്നത് പ്രശ്നമാണ്. ഓക്കെ. നെക്സ്റ്റ് പേപ്പർ നോക്കാം. യെസ്. അപ്പോൾ ഈ ഓൺ വേർഡ്സ് അത്ര എന്താ പറയുക നല്ല ഇതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. G2 നെക്സ്റ്റ് പേപ്പർ G2 അല്ല, ഞാൻ FA ഒന്ന് എടുക്കാം. FAയിലെ മാർക്കിങ്സ് ഒന്ന് നിങ്ങൾ കാണണ്ടേ? ഓക്കെ. ഇതൊരു 36 കിട്ടിയ പേപ്പറാണ്. മാർക്ക് കുറവാണ് ആക്ച്വലി കിട്ടിയ. ഇതിൽ മെജോറിറ്റി പോർഷൻ ഈ പേപ്പറിൽ കിട്ടിയിട്ടുള്ളത് MCQനാണ്. 24 മാർക്ക് MCQന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ. വേണ്ടിട്ട് ഓക്കെ. ഇവിടെ നോക്കിക്കേ, കൺസൈൻമെന്റ് അക്കൗണ്ട് ഫുള്ള് വരച്ചിട്ടുണ്ട്. പക്ഷെ കിട്ടിയ മാർക്ക് നോക്കിയേ, കുറേ തെറ്റാ. 1 മാർക്ക് വെച്ചാൽ കിട്ടിയിട്ടില്ലേ? കണ്ട, അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് വരച്ചെന്ന് വിചാരിച്ചിട്ട് മാർക്ക് കിട്ടൂല. കണ്ടന്റ് കണ്ടായിരിക്കണം അതിൽ. അക്കൗണ്ട് വരച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ സാർ ഫൈനൽ ആൻസർ മിസ്റ്റേക്ക് ഉണ്ട്, വർക്കിങ്സ് എല്ലാം ഫൈനൽ ആൻസർ മാത്രം തെറ്റി, മാർക്ക് കിട്ടുമോ? യെസ് കിട്ടും. സ്റ്റെപ്പിന് മാർക്ക് ഉണ്ട്. ഇവിടെ അങ്ങനെ തന്നെ. നിങ്ങൾ നോക്കി അക്കൗണ്ട്സിലൊക്കെ സ്റ്റെപ്പ് അനുസരിച്ചാണ് മാർക്ക് പോകുന്നത്. നിങ്ങൾ വരക്കുന്ന അക്കൗണ്ട്സ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, മാർക്ക് ഇടുന്നത്. ഓരോ വരക്കുന്ന അക്കൗണ്ട്സ് അനുസരിച്ചാണ് അവിടെ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാർക്ക് അവിടെ ഇട്ടിട്ട് പോകുന്നത്. അല്ലാതെ ഫൈനൽ ബാലൻസ് ഷീറ്റ് ശരിയായിക്കണോ അങ്ങനെയല്ല. അതുകൊണ്ട് ഇവിടെ എല്ലാം ഈച്ച് ആൻഡ് എവരി നോക്കുന്നുണ്ട്. റിവാലുവേഷൻ അക്കൗണ്ട് നോക്കുന്നുണ്ട്. ഇവിടെ തെറ്റിട്ടിട്ടുണ്ട്, ദർ ഇസ് സം മിസ്റ്റേക്ക്. സോ ഇവിടെ നിങ്ങൾ അക്കൗണ്ടിൽ 2-3 എഴുതി ശരിയായി എന്നുള്ളത് ഇവർ കൂട്ടുന്നില്ല. മനസ്സിലായോ? ഫൈനൽ കറക്റ്റാണോ ഇല്ലയെന്നാണ് ഇവർ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഇവൻ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് ഇങ്ങനെയൊന്നും കറപ്പിച്ച് എഴുതരുത് കേട്ടോ. ഇങ്ങനെ കറപ്പിച്ച് എഴുതുന്നതൊക്കെ ഒഴിവാക്കുക. വി ആർ പ്രൊഫഷണൽ എക്സാംസ് എഴുതുന്നത്. ഒരു ഇത് നമ്മൾ മാനിക്കണം. ഓക്കെ. ഭയങ്കരമായിട്ട് കറപ്പിച്ച് വെട്ടുകയാണെങ്കിൽ ഒറ്റ സ്ട്രൈക്ക്, കറപ്പിക്കരുത്, ഒറ്റ സ്ട്രൈക്ക്. ഓക്കെ. കറപ്പിക്കുന്നത് അത്ര നല്ലതല്ല. അത് ഫുൾ ആ ക്വസ്റ്റ്യന് മൊത്തം 0 കിട്ടിയേ. ഇവൻ ബാലൻസ് ഷീറ്റൊക്കെ വരച്ചിട്ടുണ്ട്, ബാലൻസ് ഷീറ്റ് ടാലിയാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടിയ മാർക്കോ 0. അതാണ് ഞാൻ പറഞ്ഞത്, FAയിൽ ആക്ച്വലി മാർക്ക് കിട്ടാൻ ഈസിയാണ്. അപ്പോൾ FAയിൽ സാധാരണ നിങ്ങളെ മാർക്ക് സ്ട്രക്ചർ പല കുട്ടികളുടെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, ഒന്നെങ്കിൽ ഹൈ മാർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ലോ മാർക്ക് ആയിരിക്കും. ഒരു ആവറേജ് സെറ്റ് ഓഫ് മാർക്ക് ഉണ്ടാവില്ല. അതിൻ്റെ റീസൺ ഇതാ. ഹൈ മാർക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ശരിയാണെങ്കിൽ ഫുൾ മാർക്ക് കണ്ട് തരും, അതിൽ വേറെ മിസ് ഇതൊന്നുമില്ല. കറക്റ്റ് മാർക്ക്, നല്ല മാർക്ക് കണ്ട് തരും. തെറ്റാണെങ്കിൽ നല്ല മാർക്ക് കുറക്കും ചെയ്യും. ഓക്കെ. ഒരു വേറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഈ കുട്ടി എഴുതിയ, ഒരു തിയറി ക്വസ്റ്റ്യൻ. തിയറി ഞാൻ അതിന് മാർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല. ഓക്കെ. സോ പിന്നെ ഇതിൽ ഒന്നുമില്ല, ഇതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ട്. ഇനി കോസ്റ്റിംഗ് ഒന്ന് എടുക്കാം. ജസ്റ്റ് ഒരു അനാലിസിസ് ആണ്. ഇതാണ് കോസ്റ്റിംഗ്. 29 മാർക്കാണ് കിട്ടിയിട്ടുള്ള കോസ്റ്റിംഗ്. ഇതിൽ മിസ്റ്റേക്സ് ഉണ്ട്, ആക്ച്വലി മിസ്റ്റേക്സ് ഉണ്ട്. ഒക്കെ സ്റ്റെപ്പ് വൈസാണ്. മീൻസ് കോസ്റ്റിങ്ങും ഈ പറഞ്ഞ സ്റ്റെപ്പ് അനുസരിച്ചാണ് മാർക്ക് പോകുന്നത്. നമ്മൾ ആ ഓരോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സാധനങ്ങളില്ലേ, ആ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഒരു മാർക്ക് ഇടുന്നത്. കണ്ടോ? അപ്പോൾ ആ സ്റ്റെപ്പ് വൈസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രസൻറ്റ് ചെയ്ത് പോകണം. ഡയറക്റ്റ് ആൻസർ എഴുതി വെക്കരുത്. ഓക്കെ. ഇതൊക്കെ ഉണ്ടോ, ഒക്കെ സ്റ്റെപ്പ് വൈസാണ് പോകുന്നത്. ക്യാഷ് ബഡ്ജറ്റ് എഴുതിക്കുന്നതിൽ ഉണ്ടോ? ജേണൽ എൻട്രി എഴുതിയിട്ടുണ്ട്, ഒക്കെ തെറ്റാ. ജേണൽ എൻട്രി 0 മാർക്കാണ് കൊടുത്തത്. അപ്പം ഈവൻ ദോ നമ്മൾ മനസ്സിൽ വിചാരിക്കും നമ്മളെല്ലാം എഴുതുന്നുണ്ട് എന്ന്, പക്ഷേ തെറ്റാണെങ്കിൽ വിൽക്കൻ ഡയറക്റ്റ്ലി 0 പോകും. അതാ പ്രശ്നം. തെറ്റാണെങ്കിൽ ഡയറക്റ്റ്ലി 0 പോകും. ആ സ്റ്റെപ്പിനെ മാർക്ക്, ആ സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ശരി ഉണ്ടാവും, 1-2 അറ്റ, പക്ഷെ ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് 0 പോകും. ക്യാഷ് ബഡ്ജറ്റ് ഇതാ 7A. ക്യാഷ് ബഡ്ജറ്റ് 6 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ക്യാഷ് ബഡ്ജറ്റ് ഇതാണ് ക്യാഷ് ബഡ്ജറ്റ് അയാൾ എഴുതിയ, അതിന് 6 മാർക്ക്. നല്ല മാർക്കല്ലേ, 6 മാർക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ട അവിടെ ഓരോന്നോരോന്ന് ടിക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അവിടെ കണ്ട ടിക്ക് ചെയ്ത് ഇങ്ങനെ ടിക്ക് ചെയ്ത് പോയതുണ്ട്. കണ്ട ഓക്കെ, ഉള്ളിലുള്ള ഓരോ സാധനങ്ങളും ടിക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അതിങ്ങനെ ഒക്കെ നോക്കിയിട്ടാണ് 6 കൊടുത്തത്. പക്ഷെ ആ ഒന്നോടെ പോയി അറിയില്ല. ചിലപ്പോൾ പ്രസൻറ്റേഷന് കുറച്ചായിരിക്കാം. സോ അവർക്കത് കുറക്കാം. ഓക്കെ. സോ ആ നോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റാണ്. കൊടുക്കുന്ന നോട്ട്സ് DT IDT പ്രത്യേകിച്ച് നോട്ട്സും പ്രൊവിഷനും കൊടുത്തില്ലെങ്കിൽ മാർക്ക് തരൂല. ഇപ്പം നിങ്ങൾ മറ്റേ വാല്യൂ സപ്ലൈയുടെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ബാലൻസ് കാൽക്കുലേഷൻ ഡിഫറൻസ് ഉണ്ട്. അതാണോ? ഓക്കെ. ലാസ്റ്റ് ബാലൻസിൻ്റെ കാൽക്കുലേഷൻ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. ക്ലോസിംഗ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്തു. ഫൈൻ. ഓക്കെ. സോ മേ ബി അതായിരിക്കാം. ഓക്കെ. ഇനി ഇത് തിയറി ക്വസ്റ്റ്യൻ എഴുതിയതാണ്. 2 മാർക്ക് കൊടുത്തിട്ടുണ്ട്, 4 പോയിന്റ് എഴുതിയിട്ടുണ്ട്. ഇത് തെറ്റിച്ചിട്ടുണ്ട് ബോർഡ്. ഓക്കെ. ടാബിൾസ് പെന്നായിട്ട് വരക്കാൻ പറ്റില്ലേ? വരക്കാം, നോ ഇഷ്യൂ. അങ്ങനെയൊന്നും ഇല്ല. പെൻസിലായിട്ട് തന്നെ വരക്കണമെന്നൊന്നും ഓടിയും പറഞ്ഞിട്ടില്ല. യു ക്യാൻ യൂസ് പെൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സെക്കൻഡ് ഗ്രൂപ്പിൽ ഒരു പേപ്പർ ഉണ്ട്. വേറെ ഒന്നും പേപ്പർ കിട്ടിയില്ല മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അല്ലാതെ. സെക്കൻഡ് ഗ്രൂപ്പിലെ പേപ്പേഴ്സ് ആരും എടുത്തിട്ടില്ലേ? ഭയങ്കര കുറവാണ്. എനിക്ക് കുറേ ഫസ്റ്റ് ഗ്രൂപ്പിലെ കുറേ പേപ്പേഴ്സ് കിട്ടി, സെക്കൻഡ് ഗ്രൂപ്പിൽ അങ്ങനെ കിട്ടിയില്ല. പിന്നെ ഹൈ മാർക്ക് ഉള്ളതിനേക്കാളും ഇങ്ങനെ തെറ്റി വന്ന അതാണ് ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ തെറ്റി വരുന്നത് എന്നുള്ള സംഭവം. സാർ പിന്നെ വർക്കിംഗ് നോട്ട്സ് എഴുതുന്നത് ആൻസറിൻ്റെ ലാസ്റ്റ് എല്ലാം ഒരുമിച്ച് എഴുതുന്നതാണോ? ഓരോ വർക്കിങ്സ് അപ്പം തന്നെ പ്രസൻറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും കിട്ടിയത്? G2ൻ്റെത് എനിക്ക് 1 കിട്ടി, മറ്റേ ഇത് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു നമ്മളെ മലയാളി ഇല്ലാത്ത ഒരാളിതില്ലേ, ആളുടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതൊരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഒരാൾ തന്നതായിരുന്നു. ഇതിലും കണ്ടത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സെയിം ആസ് കോസ്റ്റിംഗ് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അവർ എങ്ങനെയാണോ ഓരോന്ന് കാൽക്കുലേറ്റ് കണ്ടോ, അവിടെ ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ കണ്ടോ, ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് മാർക്ക് ഇട്ട് പോവുകയാണ്. ഇവിടെ ഈ കുട്ടി BEP കാൽക്കുലേറ്റ് ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ട്. മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്ത് അതും തെറ്റിപ്പോയിട്ടുണ്ട്. ഇതിനൊക്കെ 0 ഇട്ട് പോയിട്ടുണ്ട്. കണ്ടോ? വേറെ ഏതെങ്കിലും ഒരു പേപ്പറും കൂടെ ഉണ്ടോ കാണിക്കാൻ? വേറെ പേപ്പർ കാണിക്കണോ? വേറെ പേപ്പർ കാണിക്കാം. കാണിക്കാം. സോ ഇവിടെ കുറേ തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മാർക്ക് കുറേ പോയത്. കണ്ടോ? ഇപ്പോൾ ഒരു ഇത് നോക്കിയേ, ഇതിൽ നോക്കിയേ, കണ്ടോ? ഈച്ച് ആൻഡ് എവരി സാധനങ്ങൾ ഇവർ നോക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് തെറ്റിട്ടിട്ടുണ്ട്. ശരി തെറ്റ്. കണ്ടോ? ഇവിടെ തന്നെ മാർക്ക് ഇട്ട് പോകണം. 1 മാർക്ക്. ഇവിടെ 0 മാർക്ക് തെറ്റിയതിന്. കണ്ടോ? സോ എന്നിട്ട് ഫൈനലി എല്ലാം കൂടി കൂട്ടും.
ക്വസ്റ്റ്യൻ നമ്പർ 4A-ക്കും 4B-ക്കും. വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 4 നമ്മൾ എടുത്ത്, അപ്പോൾ 4ന്റെ എയും ബിയും ഒരുമിച്ച് എഴുതണോ അതോ ആദ്യം എ എഴുതിയിട്ട് പിന്നെ ബി എഴുതിയാൽ മതിയോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? മാർക്ക് എത്രയെന്ന് അറിയില്ല, ഫസ്റ്റ് പേജ് മിസ്സിങ് അതിൽ. കഴിഞ്ഞ പ്രാവശ്യം കുറേ ആൾക്കാർ ചോദിച്ച ഒരു സംശയമായിരുന്നത്, അതായത് ഇപ്പോൾ ലോട്ട് നമ്പർ 4 ഞാൻ എടുത്ത് പരക്കെ എഴുതിക്കൂടാ, അതാണ് വലിയൊരു പ്രശ്നമാണത്. അതായത് നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 എടുത്ത്, 2ൽ എയും ഉണ്ട് ദെൻ ബിയും ഉണ്ടല്ലോ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്ത് എ 4A എഴുതി, ഓക്കെ, 4 അല്ലെങ്കിൽ 2A എഴുതി, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 2A എഴുതി, എന്നിട്ട് 2B എഴുതിയിട്ടില്ല, എന്നിട്ട് പിന്നെ 3Aക്ക് പോയി, എന്നിട്ട് അവസാനം കൊണ്ടിട്ട് 2B എഴുതി. അത് ശരിക്കുള്ള പ്രസൻറ്റേഷൻ ആണോ? കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഞാൻ പറയുന്നത് ഏറ്റവും ബെറ്റർ ഒരുമിച്ച് എഴുതുന്ന ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ബെറ്റർ 2Aയും ബിയും ഒരുമിച്ച് എഴുതുക. അപ്പം നിങ്ങൾ ചോദിക്കും ബി അറിയില്ലെങ്കിലോ? ലീവ് എ സ്പേസ്. അതെ, ക്വസ്റ്റ്യൻ നമ്പർ ഫുൾ എഴുതിയിട്ട് അടുത്ത ലോട്ടിലോട്ട് പോവുക, അതായത് എയും ബിയും കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം അടുത്തതിലോട്ട് പോവുക. അതാണ് ഏറ്റവും പ്രൊഫഷണൽ വേ. പരത്തി എഴുതരുത്. വെരി വെരി റിക്വസ്റ്റ്, ബാധിക്കും ചിലപ്പോൾ വാല്യൂഷന്. സ്പേസ് വിട്ടാൽ മതി. ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 4 എടുത്ത് എ എനിക്കറിയാം, എ നല്ലപോലെ എഴുതി, ബി അറിയില്ല, സോ ലീവ് എ സ്പേസ്. പിന്നീട് എഴുതും നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ ലീവ് എ സ്പേസ്. എന്നിട്ട് അവസാനം എത്തിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സമയം കിട്ടിയില്ല, കട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. കട്ട് ചെയ്യുക, ആ സ്പേസ് ഇട്ട് കട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. കട്ട് ചെയ്യണേ, സ്പേസ് ഇട്ടത് കട്ട് ചെയ്യണം. ബി ഓർ എ ആദ്യം എഴുതുന്ന കുഴപ്പം ഇല്ല, ബി ഓർ എ അത് ആദ്യം എപ്പോൾ എഴുതാണെങ്കിലും എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 4 ബി എഴുതിയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 4A എഴുതാം, അത് കുഴപ്പമില്ല. പക്ഷേ ലോട്ട് 4 എടുത്ത് കഴിഞ്ഞാൽ എ ബി ഒരുമിച്ച് എഴുതണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കുറേ ആൾക്കാർ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ബാക്കി എഴുതാൻ പറ്റൂല, മാർക്ക് തരൂല. ലാസ്റ്റ് എഴുതിയിട്ട് കാര്യമില്ല, മാർക്ക് തരൂല. ഒപ്പം എഴുതണം. അപ്പോൾ സ്പേസ് ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ എത്ര സ്പേസ് കൊടുക്കണം എന്നുള്ളത്? ഏകദേശം നമുക്ക് മനസ്സിലാവില്ല എത്ര സ്പേസ് കൊടുക്കണം എന്നുള്ളത്, അല്ലേ? മാർജിൻ ഇടണമെന്നില്ല. സെക്കൻഡ്, മാർജിൻ ഇടണമെന്നില്ല. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ അണ്ടർലൈൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ 4A കംപ്ലീറ്റ് ചെയ്ത് അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് 4B എഴുതുക, ദെൻ 4B കംപ്ലീറ്റ് ചെയ്ത് ഓരോ ക്വസ്റ്റിനും അണ്ടർലൈൻ ചെയ്ത് എന്താ വെച്ചാൽ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് അടുത്ത് എഴുതുക. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4A ഹെഡിങ് കൊടുക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 4B അടുത്തത്, അങ്ങനെ. സോ ഒന്ന് ആ ഒരു മാനർ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും എഴുതുമ്പോൾ. അത് ടെൻഷൻ ആവേണ്ട ഇടക്ക് ടെൻഷൻ ആവും. ഇപ്പം അതല്ല, ഇപ്പം നമ്മൾ ടെൻഷൻ്റെ കാര്യമല്ല പറയുന്നത്. ബാക്കി ഇപ്പം നമ്മൾ സ്പേസ് വിട്ട് കുറേ ബാക്കിയാണ് കട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അണ്ടർലൈൻ ചെയ്തിട്ട് കട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആ ആൻസർ പ്രസൻറ്റേഷൻ വേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പരത്തി എഴുതുന്ന പരം നമ്മൾ എഴുതുന്നത് ഒരു പ്രൊഫഷണൽ എക്സാമാണ്, നമ്മൾ എഴുതുന്നത്. സോ ആ ഒരു ഇത് നമ്മൾ കാണിക്കണം പേപ്പറിന്. ഇതൊക്കെ ചെയ്യാൻ മറക്കില്ല, ഇതൊക്കെ ഒരു ശീലമല്ലേ. വേർഡ്സ് ഫുൾ ഫോം ആയിട്ട് തന്നെ എഴുതണം. യെസ്, എഴുതണം. വേർഡ്സ് ഫുൾ ഫോം ആയിട്ട് തന്നെ എഴുതണം. വേരിയബിൾ ക്വസ്റ്റിന് VC എന്ന് എഴുതിയാൽ പറ്റൂല, ഫുൾ ഫോം തന്നെ എഴുതണം. സാർ ചില സമയം ബി എഴുതാൻ സ്പേസ് വിടും, എന്നിട്ട് എഴുതുമ്പോൾ തെറ്റും, പിന്നെ എഴുതാൻ സ്പേസ് ഉണ്ടാവില്ല, അപ്പോൾ എന്ത് ചെയ്യും? നോ ഓപ്ഷൻ, വേറെ ഓപ്ഷൻ ഇല്ല. വേണമെങ്കിൽ താഴെ എഴുതി നോക്കുക, ചിലപ്പോൾ വാല്യൂ ചെയ്യാറുണ്ട്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് താഴെ വന്നിട്ട് പിന്നെ എഴുതുക, ചിലപ്പോൾ വാല്യൂ ചെയ്യും, പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. സോ ബെറ്റർ എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് എഴുതാൻ ശ്രമിക്കുക. തീരെ നിവർത്തിയില്ല അതേപോലെയൊക്കെ അഥവാ മിസ്റ്റേക്ക് വന്ന് ഇനിയിപ്പോൾ എഴുതല്ലാതെ താഴെ എഴുതി കൊടുക്കുക. പിന്നെ പല ആൾക്കാരും ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ട്, വേറൊരു പ്രവൃത്തി ഞാൻ പറയട്ടെ. 7 ക്വസ്റ്റ്യൻ ഉണ്ടല്ല, 7 എഴുതി വെക്കും. ചെയ്യണം. എന്നിട്ട് സ്വയം ഇങ്ങനെ ഇതാക്കും, 7 എഴുതിയിട്ടുണ്ടല്ലോ, ഏറ്റവും നല്ലത് നോക്കിയിട്ട് അവർ വാല്യൂ ചെയ്തിട്ട് മാർക്ക് ഇട്ടോളുന്നു. അവർക്ക് അതല്ലേ പണി, നല്ലത് നോക്കിയിടാൻ. അവരെന്ത് ചെയ്യുള്ളൂ, ആദ്യത്തെ 5 എടുത്ത് വാല്യൂ ചെയ്യും, ബാക്കി 2 വാല്യൂ ചെയ്യുക, നോക്കന്നില്ല. അല്ല, ചിലവർക്ക് എഴുതലുണ്ട്, നേരം ഇല്ലെങ്കിലും ചില ആൾക്കാർ എഴുതും. നിങ്ങൾ പിന്നെ ഇതാക്കല്ലേ, ടൈം ഉണ്ടാവില്ല. എഴുതുന്നവരുണ്ട്. ഫസ്റ്റ് സ്കെയിൽ ഗ്യാപ്പ് ഇട്ട് മാർജിൻ വരച്ചീന്. മാർജിൻ വരച്ച് എഴുതാം, കുഴപ്പമില്ല, വേണമെങ്കിൽ എഴുതാം. മാർജിൻ വരക്കണമെന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അണ്ടർലൈൻ ഇടുക ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. സബ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ പുതിയ പേജ് എടുക്കണം, വേണമെങ്കിൽ എടുക്കാം പുതിയ പേജ്. സബ് ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ പുതിയ പേജ് എടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, പഴയ പേജ് കട്ട് ചെയ്തിട്ടാണ് എടുക്കാൻ. ഓക്കെ, പുതിയ പേജ് എടുത്ത ഫ്രഷ് പേജിൽ എഴുതി അത്രയും നല്ലത്. പുതിയ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഒരു ഫ്രഷ് പേജിൽ എഴുതുമ്പോൾ നല്ലത്, കുഴപ്പമില്ല.
സബ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫ്രഷ് പേജിൽ എഴുതാം. അത് പറ്റിയ ഭാഗം കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്തിട്ട് ഫ്രഷ് പേജായിട്ട് എഴുതിയാൽ മതി. ബാക്കി എന്തെങ്കിലും ചെറിയ ഏരിയ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഞാൻ എപ്പോഴും ഫ്രഷ് പേജിൽ എഴുതുക. എല്ലാം ഞാൻ ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ ആദ്യം ഫ്രഷ് പേജിൽ വെച്ചിട്ട് എഴുതുക. ബാക്കി വെച്ചിട്ട് എഴുതാറില്ല. 5 ക്വസ്റ്റ്യന് കറക്റ്റാണ് ടൈം. അതന്നെ കംപ്ലീറ്റ് ആക്കാൻ ചില ആൾക്കാർ എഴുതാറുണ്ട്. ഞാൻ അങ്ങനെ ഒരു പേപ്പർ ആരെടുത്തോ കണ്ടിരുന്നു. ഒരു പേപ്പർ എനിക്ക് മുമ്പ് ആരോ അയച്ചു തന്നിരുന്നു. ആ പേപ്പറിൻ്റെ മിസ്റ്റേക്ക് ഞാൻ കാണിക്കാൻ വിചാരിച്ചായിരുന്നു. കാരണം വെച്ചാൽ അയാൾ 6 7 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് പേജിൽ എഴുതിയിട്ടുണ്ട് വാല്യൂ ചെയ്യൂലാന്ന്. അവിടെ എഴുതിയിട്ടുണ്ട് വാല്യൂ ചെയ്യില്ലാന്ന് എഴുതിയിട്ടുണ്ട്. പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾ എഴുതിയിട്ടുണ്ട് വാല്യൂ ചെയ്താന്ന്. അവസാനത്തെ 2 എക്സ്ട്രാ എഴുതി. അതാ പറഞ്ഞ എടുക്കൂല, വെറുതെ അതിന് നിൽക്കണ്ട. അപ്പം ഉള്ള നല്ലപോലെ 5 നല്ലപോലെ എഴുതിയാൽ മതി. എന്താ 4A ഓൺ പേജ്, 4B ഓൺ 3 പേജ് വാല്യൂ ആക്കോ? ഇല്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായില്ല. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 4A എടുത്ത് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 4B ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ വേറെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ. സബ് ക്വസ്റ്റ്യൻ എക്സ്ട്രാ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. സബ് ക്വസ്റ്റ്യൻ എക്സ്ട്രാ മീൻസ് അത് മനസ്സിലായില്ല. സബ് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ചെയ്യണോ? നാലാമ പറഞ്ഞ ക്വസ്റ്റ്യൻ എക്സ്ട്രാ ചെയ്യാൻ പാടില്ല. ഓക്കെ. എഫ്എയുടെ പേപ്പർ ഇനി നോക്കണോ? വേറെ പേപ്പർ ഇതില് എഫ്എയുടെ വേറെ പേപ്പർ നോക്കട്ടെ. വേറെ പേപ്പർ ഇല്ലേ? വേറെ പേപ്പർ ഇല്ല. ഇല്ല, വേറെ പേപ്പർ ഒന്നും ഇല്ല, കയ്യിലൊന്നും ഇല്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണല്ലേ? എഡിറ്റ് പേപ്പർ കാണിച്ചല്ലോ. എഡിറ്റ് പേപ്പർ കാണിച്ചു. ഓക്കെ. വേറെ പേപ്പർ ഉണ്ട്. ഞാൻ ഫോണിലാണ്, ലാപ്പിൽ എടുത്തിട്ടില്ല. ഞാൻ ഇനി ഒരു സാധനം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് നോക്കാം. ഇത് മറ്റേ ഒരു ബെസ്റ്റ് പേപ്പർ എന്നല്ല, ഇത് എന്ന് വെച്ചാൽ ഒരാൾ ഇട്ടിരുന്നില്ല, ഒരു ലിങ്ക് ഉണ്ടായിരുന്നില്ലേ, ഒരു ഡ്രൈവ് ലിങ്ക്, അയാളുടെ കമൻ്റൊക്കെ പറഞ്ഞിട്ടുള്ള ആ സാധനമാണിത്. ഇയാളുടെ എനിക്ക് നല്ല ഇഷ്ടമായ ഒരു പേപ്പർ ലോ പേപ്പർ കേട്ടോ. ഇയാളുടെ ലോ പേപ്പർ നല്ല ഇഷ്ടമായി എനിക്ക്. നല്ല എന്ന് വെച്ചാൽ 65 മാർക്ക് കിട്ടിയിട്ടുണ്ട് ഇയാൾക്ക്. ഇറ്റ്സ് എ ഗ്രേറ്റ് മാർക്ക് ആക്ച്വലി. ലോയിൽ 65 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹ്യൂജ് മാർക്കാണ്. അത്രയും വെൽ പ്രസന്റ് അതിലെല്ലാം ഉണ്ട്. ആരും ഗ്രൂപ്പിൽ ആരെങ്കിലും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്താണ്ട് ഇത് ആർക്ക് ഇട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. ഈ സാധനം ഇതിലെല്ലാ പേപ്പേഴ്സും ഉണ്ട്. ഇത് ഏകദേശം അയാൾ നല്ല രീതിക്ക് എഴുതിയ. അപ്പോൾ ലോ നോക്കിയേ, ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ട്, എന്ന് വെച്ചാൽ പാരഗ്രാഫ് തിരിച്ച് കണ്ടോ, കറക്റ്റ് അതിൻ്റെ പോയിന്റ്സ് ആക്കി എഴുതി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മാർക്ക് കിട്ടും ലോയിൽ. പക്ക പ്രസൻറ്റേഷനാണ്. ഞാൻ നേരത്തെ കാണിച്ച ആ കുട്ടിയുടെ പ്രസൻറ്റേഷൻ പോലെ തന്നെ ഒക്കെ വരുന്ന രീതിയിലുള്ള പക്ക എന്ന് വെച്ചാൽ ആ പോയിന്റ്സ് കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി പരത്തി എഴുതിയിട്ട് കാര്യമില്ല. ഇവിടെ കമ്പനീസ് ആക്ട് മെൻഷൻ ചെയ്ത് ഇയാൾ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് അങ്ങനെ എഴുതിപ്പോയി. അപ്പോൾ ഇവിടെ ഓൺ വേർഡ്സും വരുന്നുണ്ട്, എന്നാൽ ലോ ലാംഗ്വേജും വരുന്നുണ്ട്, മിക്സ്ചർ ചെയ്തിട്ട്. അങ്ങനെ വേണം. അതായത് പക്ക കാണപ്പാട് പഠിച്ച് നമുക്ക് എഴുതാൻ പറ്റില്ല, പക്ഷേ ലോ ലാംഗ്വേജ് യൂസ് ചെയ്യും വേണം. മനസ്സിലായി? ഇവിടെ പാകത്തിന് അണ്ടർലൈനും ചെയ്യുന്നുണ്ട്, കണ്ടോ? സോ ഉണ്ട് അവിടെ അണ്ടർലൈൻ ചെയ്യുന്ന പോയിന്റ് പ്രോക്സി കണ്ട, അത് മാത്രം മതി അവിടെ അണ്ടർലൈൻ. മനസ്സിലോ? അപ്പോൾ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. യെസ്. ഇത് പക്ക ഈ പേപ്പർ എനിക്ക് നല്ല ഇഷ്ടമായി. ഈ ലോണിൻ്റെ ഇയാളുടെ പ്രസൻറ്റേഷൻ വെരി എന്ന് വെച്ചാൽ ആർക്കും മാർക്ക് തരാൻ തോന്നും. ഇതിന് മാർക്ക് തരാതിരിക്കാൻ തോന്നൂല. സോ അത്രയും ഭംഗിയായിട്ടുള്ള പ്രസൻറ്റേഷൻ എനിക്ക് തോന്നി. സോ ഇത് നിങ്ങൾക്ക് ഈ ഒരു മോഡില്ലേ, ഇയാൾ എഴുതിയ ഈ മോഡ് നിങ്ങൾക്ക് സ്വീകരിക്കാം ആക്ച്വലി. ഒരു പോയിന്റ് വൈസ് എഴുതുന്ന ഇതൊക്കെ ഇല്ലേ,
ഫോളോയിങ് ലിസ്റ്റ് ഇല്ലുസ്ട്രേറ്റ് ദ നീഡ് ഓഫ് ബിസിനസ് എത്തിക്സ്. കറക്റ്റ് പോയിന്റ് ആക്കി എഴുതുന്നു. എങ്ങനെ മാർക്ക് കൊടുക്കായിരിക്കും? കറക്റ്റ് കാര്യങ്ങൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് പേപ്പർ ആക്ച്വലി. 60 സംതിങ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല പേപ്പറായിട്ട് തോന്നിയ ഒരു സാധനം ഇതായിരുന്നു. പിന്നെ ഇയാളുടെ ഏതോ ഒരു പേപ്പർ ഏതാ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതൊക്കെ 46 കിട്ടിയത്. എനിക്കൊരു MCQ കുറേ തെറ്റിക്കുന്നുണ്ട്. MCQ തെറ്റിക്കരുത് കേട്ടാ. MCQ മാക്സിമം സ്കോർ ചെയ്യണം. ഫസ്റ്റ് തന്നെ നോക്കി വെട്ടാ. ഇങ്ങനെ ആവരുത്. ഇത് ഇംപ്രഷൻ വളരെ കുറക്കും ഫസ്റ്റ് തന്നെ തെറ്റിച്ച. എന്തായാലും കുറേ തെറ്റുണ്ട്. ഇങ്ങോട്ട് നോക്കി, ഇതിപ്പോൾ ജേണൽ എൻട്രി രീതിയിൽ കുറേ മിസ്റ്റേക്സ് ജേണൽ എൻട്രിയിൽ വന്നു. ഒക്കെ തെറ്റിട്ടുണ്ട് കണ്ടോ. PTO അയാൾ എന്താ ഉദ്ദേശിച്ചെന്ന് അറിയില്ല. പ്ലീസ് ടേൺ ദി പേജ് എന്നാണായിരിക്കും. പ്ലീസ് ടേൺ ഓവർ എന്നായിരിക്കും. അപ്പുറം മറിക്കാൻ അങ്ങനെ ആയിരിക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ തെറ്റിയതുകൊണ്ട് അയാൾ തന്നെ എഴുതിയിട്ടാണ്. തെറ്റിയിട്ട് എന്താ അങ്ങനൊന്നും എഴുതരുത്, ഇതൊന്നും എഴുതരുത്. ഒരു സ്റ്റെപ്പ് തെറ്റുമ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തെറ്റി കംപ്ലീറ്റ്ലി തെറ്റിച്ച് കംപ്ലീറ്റ്ലി അയാൾക്ക് മാർക്ക് പോയിട്ടുണ്ട്. അത് ടോട്ടൽ ചെയ്തിട്ടാണോ 11 മാർക്ക്? 7 ഔട്ട് ഓഫ് 7. അങ്ങനെയുണ്ട് 7 ഔട്ട് ഓഫ് 7. കറക്റ്റ് വേണ്ട. അത് ഞാൻ പറഞ്ഞേ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാർക്ക് കിട്ടുകയാണെങ്കിൽ ഫുള്ള് കിട്ടും, അല്ലെങ്കിലോ പറ്റ കുറയും. സോ നല്ല വിജിലൻ്റ് ആയിരിക്കണം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എഴുതുമ്പോൾ. ഒക്കെ 0 ആണ്. ഇങ്ങോട്ടൊക്കെ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാ? ഓക്കെ, എന്നാൽ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. കുറേ 0 ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ അക്കൗണ്ട് വരച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമെന്ന്. കിട്ടുന്നില്ല. വാല്യൂഷൻ ഭയങ്കര ഒരു സംഭവമാണ് ആക്ച്വലി. ഈ ദൈവത്തോടുള്ളൊരു പ്രാർത്ഥനയില്ലേ, ആ സമയത്ത് ശരിക്കും നമുക്ക് ആ സമയത്ത് 0 കാണുമ്പോൾ ടെൻഷനാണ്. 0 വരും, അതാ പ്രശ്നം. 0 വരും. ഇതാ കമ്പ്യൂട്ടേഷൻ്റെ അതാണ് ഡയറക്റ്റ് ടാക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. എത്ര കിട്ടിയ? 4 മാർക്ക്. പ്രൊവിഷൻ തെറ്റിച്ച് 1.5 മാർക്കാണ് കിട്ടിയത്. ഇയാൾക്ക് എത്ര ടാക്സിൽ മാർക്ക്? 51 മാർക്കുണ്ട്. സോ ഇയാളെ ഇത് റെഫർ ചെയ്യാൻ നോക്കാം കേട്ടോ. ആ ലിങ്ക് ആരെങ്കിലും ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതെനിക്ക് ആരോ ഷെയർ ചെയ്ത് തന്നായിരുന്നു, ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഈ സംഭവം. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, വേണ്ട ഇതിനൊക്കെ വേണ്ട. നോട്ടിന് വേണ്ട, നോട്ടിന് മാർക്ക് വേണ്ട. നോട്ടിന് മാർക്ക് ഇട്ടിക്കണ് വേണ്ട. അതാണ് നോട്ട് ചെയ്താൽ പറയുന്നത്. അതൊക്കെ അല്ലെങ്കിൽ അതൊക്കെ മിസ്സാവും. ഈ നോട്ടിനൊക്കെ മാർക്ക് ഉണ്ട്. ഞങ്ങളോട് പറയാറില്ലേ എഡിറ്റ് ചെയ്യുമ്പോൾ നോട്ട് ചെയ്ത് എന്ന് പറയാനുള്ള റീസൺ അതാണ്. നോട്ടിന് മാർക്ക് ഉണ്ട്. ഓക്കെ, സാധാരണ നോട്ടിന് മാർക്ക് ഇട്ട് പോയിട്ടുണ്ട് അവർ. എക്സ്ചേഞ്ച് റേറ്റ് കാണുന്നതിനൊക്കെ മാർക്ക് ഇട്ട് പോയിട്ടുണ്ട്. ഹാഫ് മാർക്ക് കൊടുക്കും. യെസ് കൊടുക്കും. ഹാഫ് മാർക്ക് കൊടുക്കും. യെസ് കൊടുക്കും. ഇയാളൊരു തിയറി ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടല്ലോ, ഓൺ നേഷൻ ഓൺ ടാക്സ് ഓൺ എഴുതിയിട്ടുണ്ട്. ആ സംഭവം എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കട്ടെ. തിയറി ക്വസ്റ്റ്യൻ 5 മാർക്ക് കിട്ടിയിട്ടുള്ളൂ. തിയറി ക്വസ്റ്റ്യൻ എത്ര എഴുതിയെന്ന് നോക്കിയേ. ഇതൊക്കെ ആ ക്വസ്റ്റ്യൻ ആൻസറാണ്. 7 മാർക്കിന് അയാൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയതാണ്. എത്ര മാർക്കാണ് കിട്ടിയേ? 5 മാർക്കാണ് കിട്ടിയേ. സോ ഞാൻ എൻ്റെ ഒരു പ്രിഫറൻസ് ഞാൻ പറയട്ടെ. അതായത് DT ഒരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല IDTയുടെ. സോ ബെറ്റർ അത് അറ്റംപ്റ്റ് ചെയ്യാതിരിക്കാൻ നല്ലത്. വേറെ ഏതെങ്കിലും പ്രോബ്ലം അറ്റൻഡ് ചെയ്യുന്നത് നല്ലത്. മനസ്സിലായോ? അതായത് തിയറി ക്വസ്റ്റ്യൻ 7 മാർക്കിൻ്റെ ഉണ്ട്. നമ്മൾ ചാടി കയറി അത് അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ, അതിനേക്കാളും നല്ലൊരു പ്രോബ്ലം അപ്പുറത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു ദാറ്റ്. സ്കിപ്പ് ദിസ്. ആ തിയറി സ്കിപ്പ് ചെയ്തിട്ട് ആ പ്രോബ്ലം എഴുതുന്നത് നല്ലത്. മാർക്ക് കൂടുതൽ കിട്ടുന്നത് ചിലപ്പോൾ അതായിരിക്കാൻ തോന്നുന്നു. ഇനി അതല്ല, അതിനേക്കാളും നിങ്ങൾക്ക് തോന്നുന്നു ബെറ്റർ ആ തിയറി ക്വസ്റ്റ്യൻ തന്നെ കൂടുതൽ എഴുതി കഴിഞ്ഞാൽ നല്ലത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, പേഴ്സണലി തോന്നുകയാണെങ്കിൽ ദെൻ തിയറി ക്വസ്റ്റ്യൻ തന്നെ എഴുതുക. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ എക്സാമിനേഴ്സിൻ്റെ കമൻറ്റ് എടുക്കാം. ഇത് ഡിസംബറത്തെ കമൻറ്റാണ്. അതിൽ എക്സാമിനേഴ്സ് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള സംഭവം ഉണ്ടല്ല, അത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഡിസംബർ 2023 ജൂണിൽ ഇറക്കിയിട്ടില്ല ഇവർ. ഡിസംബറിൽ തന്നെ ഇറക്കിയിട്ടുള്ളൂ. ജൂണിലത്തെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഇവർ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് പ്രസൻറ്റേഷൻ ടിപ്സ് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൈൻഡപ്പ് ചെയ്യാം. പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ട് നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. ഇതും കൂടി ഒന്ന് നോക്കിയിട്ട്
നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ സർട്ടിഫൈഡ് കോപ്പി ആ ലിങ്കിലുള്ള സർട്ടിഫൈഡ് കോപ്പി ഒന്ന് നോക്കി നോക്കട്ടെ. നിങ്ങളുടെ റെഫറൻസിന് ഏറ്റവും ബെറ്റർ അതായിരിക്കും മാർക്ക് വരുന്നത്. കറക്റ്റ് കുറച്ച് നന്നായിട്ട് നല്ല കോപ്പിയാണ് ഇതിന്, സ്കാൻഡ് കോപ്പി. ഓക്കെ. സോ ഇവിടെ ബിസിനസ് ലോ ആൻഡ് എത്തിക്സിൽ ഇവർ പറഞ്ഞ കമൻസ് ആണ്, എക്സാമിനേഴ്സ് പറഞ്ഞ കമൻസ്. ലാക്ക് ഓഫ് കൺസെപ്റ്റൽ ക്ലാരിറ്റി കുറവാണ്. അതുപോലെ തന്നെ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദി ക്വസ്റ്റ്യൻ പ്രോപ്പർലി, ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. അതായത് ഗ്യാസ് അടിക്കുന്നുണ്ട് കുറേ ആൾക്കാർ എന്ന്. അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ വെറുതെ ഗ്യാസ് അടിച്ച് എന്തൊക്കെയോ എഴുതുന്നുണ്ട്, ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ടല്ല എഴുതുന്നത്, എന്തൊക്കെയോ വെച്ച് എഴുതുന്നുണ്ട്. ഓക്കെ. ഇൻകംപ്ലീറ്റ് ആൻസർ ഉണ്ടോ? ഇൻകംപ്ലീറ്റ് ആൻസർ. റീസണബിൾ ജസ്റ്റ് ഫോർ അറ്റൻഡിങ് ഇറ്റ് വിത്തൗട്ട് പുട്ടിങ് റീസണബിൾ എഫേർട്ട് ഒന്നും ഇടാതെ വെറുതെ ആൻസർ എഴുതി വിടുകയാണ്. ഓക്കെ. അങ്ങനെ കുറേ കമൻറ്റ്സ്, ജനറൽ കമൻറ്റ്സ് പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ പ്രിപ്പറേഷൻസ് ആവറേജ് ആയിരുന്നു, നോട്ട് ഗിവൻ ആൻസർ സിസ്റ്റമാറ്റിക്കലി ആൻഡ് പോയിന്റ് വൈസ്. ശ്രദ്ധിച്ചേ പോയിന്റ് വൈസ് ഒരു ആൻസർ പറയുന്നില്ല, വെറുതെ ഗ്യാസ് അടിച്ച് വിടുകയാണ്. സിസ്റ്റമാറ്റിക്കലി പോയിന്റ് വൈസ് ഒരു ആൻസർ പറയുന്നില്ല. ഓക്കെ. മെജോറിറ്റി ഓഫ് സ്റ്റുഡൻറ്റ് ഹാഡ് നോട്ട് പ്രിപ്പയർഡ് വെൽ, സോ പെർഫോമൻസ് ഈസ് ആവറേജ്. പെർഫോമൻസ് വളരെ മോശമാണ് ലോ പേപ്പറിൽ. ആ സമയത്ത് ഇവർ കമൻറ്റ് ചെയ്തത്, അതായത് പേപ്പർ നോക്കുന്ന ആൾക്കാരെ കമൻറ്റ്സ് ആണത്. നെക്സ്റ്റ് എഫ് എയിൽ പറയുന്നത്, ഓക്കെ, എഫ് എയിൽ പറയുന്നത് നല്ല രസമുണ്ട് കേട്ടോ. എഫ് എയിൽ പറയുന്നതിലൊരു ഉണ്ട്, ഡിഡ് നോട്ട് ഹാവ് അഡ്വക്കേറ്റ് പ്രിപ്പറേഷൻ. കാൻഡിഡേറ്റ് ഡിഡ് നോട്ട് ഹാവ് അഡ്വക്കേറ്റ് പ്രിപ്പറേഷൻസ് മോശമാണ്. It was appreciated by the candidate that this is a subject where high marks should be scored to make it easy to obtain qualifying marks in the group. ഗ്രൂപ്പിൽ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് പേപ്പർ ഇവർ തന്നെ പറയാണ്, ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്, അത് മിസ്സാക്കരുതെന്ന്. ആൻഡ് ദേ ഷുഡ് പ്രിപ്പയർ മോർ സീരിയസ്ലി. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പർ നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാനെന്ന് ഇവർ തന്നെ പറയാം. കാരണം ആ ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ മുമ്പേ ഞാനും പറഞ്ഞിട്ടുണ്ട്, ആ ഗ്രൂപ്പിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ല ഹൈ മാർക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ എഫ് എ ആണ്. അതന്നെ ഇവർ പറയുന്നത്, അങ്ങനെ ഒരു പേപ്പറാണിത്. നിങ്ങൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ടാണ് ഇതിനെ കാണാൻ. അപ്പം ഇതിന് പറയാൻ എന്താ ചെയ്യേണ്ടത്? ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ, എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുക? സ്റ്റഡി മെറ്റീരിയലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്തിരിക്കണം. സ്റ്റഡി മെറ്റീരിയലത്തെ ക്വസ്റ്റ്യൻസ് വിടരുത്. രണ്ടെന്താ പറഞ്ഞിട്ടുള്ളത്? പ്രാക്ടീസ് സോൾവ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഈച്ച് ചാപ്റ്റർ ഫ്രം ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അതുപോലെ തന്നെ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തു നോക്കണം. ഇനി പറയുന്നുണ്ട് ഗ്രാജുവേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കണം എന്ന്. അത് വേണമെന്നില്ല, അതായത് ബികോം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തീരെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അതും ചെയ്തു നോക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അതേമാതിരി മോക്ക് ടെസ്റ്റ് ഒക്കെ നടത്തുക. അതായത് ഇവർ കൂടുതൽ പറയുന്നത് നിങ്ങൾ പ്രോബ്ലം ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം വരാൻ, ചെയ്യാതെ വരരുത്. പ്രാക്ടീസ് ചെയ്ത് ഫുൾ അങ്ങനെ ആയിട്ട് വേണം വരാൻ, കുറച്ചും കൂടി സീരിയസ് ആക്കി എടുത്തിട്ട് വേണം വരാൻ. മനസ്സിലായത്? അവർ പറഞ്ഞ കമൻസാണ്. ഡിസംബർ 2023 പേപ്പർ നോക്കിയിട്ട് വായുടെ വാല്യൂസ് ഇറക്കിയിട്ടുള്ള സാധനമാണിത്. ഓക്കെ. ഇനി ഇൻഡയറക്റ്റ് ടാക്സും ഡയറക്റ്റ് ടാക്സിനെ കുറിച്ച് എന്താ പറയുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 is one of the ക്വസ്റ്റ്യൻ നമ്പർ 1നെ കുറിച്ച് എന്തൊരു കമൻറ്റ്. This is one of the question to score good marks. Even though questions were asked very straight, few students have attempted properly. Need more depth in knowledge. ഇതിലധികം കമൻറ്റ് ഇല്ല, കുറേ കുട്ടികളൊക്കെ എഴുതിയിട്ടുണ്ട്, കുറേ കുട്ടികൾ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞത്. ഓവറോൾ ദി പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ് വാസ് ഗുഡ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ. സ്റ്റുഡൻസ് വർ നോട്ട് പ്രിപ്പയർഡ് ടു ആൻസർ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ക്വസ്റ്റ്യൻസ് കുറേ ആൾക്കാർ അറ്റൻഡ് ചെയ്തിട്ടില്ല, തെറ്റാന്നാണ് അവർ പറയുന്നത്. മോസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഡിഡ് നോട്ട് നോ ദി എക്സാക്ട് പ്രൊവിഷൻ. പ്രൊവിഷൻസ് കറക്റ്റ് അറിയില്ല. പറഞ്ഞില്ല, പ്രൊവിഷൻസിന് മാർക്ക് ഉണ്ട്, പ്രൊവിഷൻസ് എഴുതി കൊടുത്താൽ മാർക്ക് തരും. അതന്നെ അവർ പറയുന്നത്. കുറേ ആൾക്കാർക്ക് പ്രൊവിഷൻ അറിയില്ല, വെറുതെ ഇതാണ് മാർക്ക് തരൂല. ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ, പ്രൊവിഷനും അതിൻ്റെ അപ്ലിക്കേഷനും അറിയില്ല. അത് ഞാൻ പറഞ്ഞ പ്രൊവിഷൻസ് എഴുതണം, പ്രൊവിഷൻസ് എഴുതി നിങ്ങളെ കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ DT എഴുതിയിട്ടൊക്കെ ആൻസർ ചെയ്യുമ്പോൾ ഒരു ക്ലയൻറ്റ് വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ ആയിരിക്കണം നിങ്ങൾ അതിൻ്റെ ആൻസർ ചെയ്യേണ്ടത്. നിങ്ങളടുത്ത് ഒരു ക്ലയൻറ്റ് വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ വെറുതെ ബെയറായിട്ട് ഇങ്ങനെ ആൻസർ പറയില്ല, ടു ദി പോയിന്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. സെയിം വേ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ആൻസർ ചെയ്യുമ്പോൾ. ഓക്കെ. ഇനി ഇതിൽ ഇവർ കൂടുതലായിട്ട് പറഞ്ഞ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയാം. പ്രിപ്പറേഷൻ ഓഫ് സ്റ്റുഡൻസ് ഈസ് ആവറേജ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് പറയുന്നത് ആവറേജ് ആണ്, പെർഫോമൻസ് സാറ്റിസ്ഫാക്ടറി ആണ്, കുഴപ്പമില്ല. നോൺ കൺസിഡറേഷൻ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആസ്ക്ഡ് ഇൻ ദി ക്വസ്റ്റ്യൻ പേപ്പർ. അഡ്ജസ്റ്റ്മെൻറ്റ്സ് കുറേ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്നും എന്ത് ചെയ്തിട്ടില്ല, കൺസിഡർ ചെയ്തിട്ടില്ല. അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ കാര്യമൊന്നും പറയാതെ ഡയറക്റ്റ് ആൻസർ ചെയ്ത് പോയിക്കുക ചെയ്യുക. സ്റ്റെപ്പ് കൊടുത്തിട്ടില്ല, സ്റ്റെപ്പൊന്നും കാണിക്കാതെ പോയിട്ടില്ല. ഓക്കെ. ഇതൊക്കെ പറയുന്നത് ഓപ്പറേഷൻ OPM പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഡെപ്ത് നോളജ് കുറവാണ്, കുറച്ചും കൂടി എന്താ പറയുക നോളജ് അറ്റൈൻ ചെയ്യണം. SMലൊക്കെ നോളജ് കുറവാണ്. പിന്നെ അതേപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നല്ലോണം ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം വരാൻ. OPMൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാതെ വരരുത്. കുറച്ചും കൂടി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് അടുത്ത് പറയുന്നത്. കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് കുഴപ്പമില്ലാത്ത റിവ്യൂ പറഞ്ഞു, സാറ്റിസ്ഫാക്ടറി ആണ്, കുഴപ്പമില്ല. ഇത് അധികം മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഒരു കാര്യം ചെയ്യട്ടെ, ഫസ്റ്റ് ഗ്രൂപ്പ് ആണോ സെക്കൻഡ് ഗ്രൂപ്പ് ആണോ ഈസി?
ഫസ്റ്റ് ഗ്രൂപ്പ് ആണോ സെക്കൻഡ് ഗ്രൂപ്പ് ആണോ ഈസി പാസ്സാവാൻ? ഫസ്റ്റ് ഗ്രൂപ്പ് 2 അറിയില്ല. ഓക്കെ, രണ്ടും കണക്ക് തന്നെയാണ്. പക്ഷേ പൊതുവേ പറഞ്ഞേക്കാം, ഞാൻ കേട്ടിട്ടുള്ളതാണ് പൊതുവെ ആൾക്കാർ പറഞ്ഞേക്കാം ഗ്രൂപ്പ് 2 ആണ് ഈസി, ഗ്രൂപ്പ് 2 ഈസ് കമ്പാരിറ്റീവ്ലി ഈസി, സ്കോർ ചെയ്യാൻ എളുപ്പമാണ്, വേഗം പാസ്സാവുന്നൊക്കെ. അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. ചില ആൾക്കാർക്ക് ഗ്രൂപ്പ് 1 ഈസി, ചില ആൾക്കാർക്ക് ഗ്രൂപ്പ് 2 ഈസി, ചില ആൾക്കാർക്ക് രണ്ടും ഈസിയാണ്. ഓക്കെ, പക്ഷേ ജനറലി എനിക്ക് തോന്നുന്നു ഗ്രൂപ്പ് 2ൽ ഗ്രൂപ്പ് 1ൻ്റെ അത്ര ഞാൻ കണ്ടിട്ടില്ല. ഗ്രൂപ്പ് 2 വേഗം പാസ്സായി പോകുന്നത് കാണുന്നുണ്ട്. 2016 ഗ്രൂപ്പ് 2 ബെസ്റ്റ് ആയി. അതിന് റീസൺ ഉണ്ട്. 2016 സിലബസിൽ ഗ്രൂപ്പ് 2 ബെസ്റ്റ് ആവാൻ IDT മാത്രം ഒരു പേപ്പർ ഉണ്ടായിരുന്നു അവിടെ. സോ IDTയിൽ അധികം ആൾക്കാർ നല്ലോണം സ്കോർ ചെയ്യുമായിരുന്നു. സോ അഗ്രിഗേറ്റ് കയറി പോരാൻ വളരെ എളുപ്പമായിരുന്നു ആ സമയത്ത്. ദാറ്റ്സ് ദ റീസൺ. ബട്ട് അറ്റംപ്റ്റ് ഇൻ ക്ലിയർ ഗ്രൂപ്പ് 2 ബട്ട് അറ്റംപ്റ്റ് ഇൻ ഗ്രൂപ്പ് 1. മനസ്സിലായി. അപ്പോൾ അതാണ് 2016 ഗ്രൂപ്പ് 2 നല്ല ഭയങ്കര സുഖമുള്ള സാധനമാണ്. കാരണം IDT അത്യാവശ്യം നല്ല സ്കോർ ചെയ്യാൻ പറ്റും. IDT ഒരു ടഫാക്കാത്ത ഒരു പേപ്പർ അധികം ചോദിക്കാറ്. സോ ഡെഫിനറ്റ്ലി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സംഭവം. അപ്പോൾ IDT ഒരുമിച്ചാക്കിയപ്പം അതൊരു ഓക്കെ. കസ്റ്റംസ് ആസ് 20 മാർക്ക്. കസ്റ്റംസ് 20 മാർക്കിന് ചോദിക്കുമായിരുന്നു. അടിപൊളി ചെയ്യുന്നടാ. 2016 IDT മാത്രം പേപ്പർ അടിപൊളി ചെയ്തു. 80 സംതിങ് ഒക്കെ സ്കോർ ചെയ്തവരുണ്ടല്ലോ. 80 സംതിങ് ഒക്കെ IDTയിൽ സ്കോർ ചെയ്തവരുണ്ട്. 86, 87, 88 ഒക്കെ. FM വീഡിയോക്കും ഒരു ഭയങ്കര ഗ്രൂപ്പ് 2 ഈസ് ലെസ് ദാൻ ഗ്രൂപ്പ് 1 കണ്ടന്റ് എന്ന് തോന്നുന്നു. അതുകൊണ്ടാവാം മൈ ഒപ്പീനിയൻ. ഗ്രൂപ്പ് 2 കണ്ടന്റ് ഡിപ്പെൻസ്. അത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ഞാനത് സ്പെസിഫിക്കലി പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നുള്ളൂ. നിങ്ങൾ ഏതാണ് ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്യുന്നത്? ബോത്താണെങ്കിൽ ബോത്ത്, ഗ്രൂപ്പ് 1 ഗ്രൂപ്പ്, എല്ലാം ഒരുപോലെ തന്നെയാണ്. ഓക്കെ, ഇതിൽ മാനേജ്മെന്റ് അക്കൗണ്ടിൽ ഇവർ അത്യാവശ്യം നല്ല കണ്ടന്റ് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് മസ്റ്റ് നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ഈസിയർ ടു ഒബ്റ്റെയിൻ മാർക്സ് ബൈ യൂസിങ് ആസ് മെനി സ്റ്റെപ്സ് ആസ് പോസിബിൾ. നോക്കിക്കേ, കോസ്റ്റിങ്ങിനും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനും ഇവർ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ നല്ലോണം സ്റ്റെപ്പുകൾ എഴുതിയിട്ട് വരിക. സ്റ്റെപ്പുകൾ എഴുതുക, മനസ്സിലായി? സ്റ്റെപ്പുകൾ എഴുതി വരാൻ അത് അങ്ങനെ ഈസിയർ ആക്കും, കൂടുതൽ മാർക്ക് കിട്ടാൻ. ഇറ്റ് ഈസ് ഈസിയർ ടു ഒബ്റ്റെയിൻ മാർക്സ് ബൈ യൂസിങ് ആസ് മെനി സ്റ്റെപ്സ്. എത്രത്തോളം സ്റ്റെപ്പായിട്ട് പോകുന്നോ അത്രത്തോളം കൂടുതൽ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറയുന്നത്. ആര് പറയുന്നത്? വാല്യൂ ചെയ്യുന്ന ആൾക്കാർ പറയുന്ന. ഓക്കെ, അതേപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങൾ എക്സാം എഴുതി നോക്കാൻ, പാസ്റ്റ് എക്സാംസ് ഒക്കെ എഴുതി നോക്കിയിട്ട് അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ലാസ്റ്റ് ഞാൻ പറയാം. പ്രസൻറ്റേഷൻ ടിപ്സിൽ പറയാം ടൈം മാനേജ്മെൻറ്റ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഒരു സോർട്ട് അനാലിസിസ് ഒക്കെ നടത്താൻ, അതായത് നിങ്ങളുടെ സ്ട്രെങ്ത് വീക്ക്നെസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ നോക്കാൻ. ഞാൻ ഈ പോയിന്റ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, അതായത് ഇവരെന്നെ പറയുന്നുണ്ട് സ്റ്റെപ്സ് വൈസ് എഴുതണം നിങ്ങൾ, അത് കുറച്ചും കൂടി ഈസിയർ ആണ് മാർക്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ. ആ പോയിന്റാണ് ഞാൻ സ്ട്രൈക്ക് ചെയ്തത്. അതാണ് ഞാൻ ഇത് വായിച്ചത്. ഞാൻ പറയുന്നുണ്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പേപ്പർ ലാർജ് സിലബസ് ആണ്, ന്യൂമറസ് ടെക്നിക്കൽ ഏരിയാസ് ഉണ്ട്. കാൻഡിഡേറ്റ്സ് നീഡ് ടു നോ ദി സിലബസ് വെൽ ഇൻ ഓർഡർ ടു അപ്ലൈ ദി നോളജ് ടു ദി സിനാരിയോ. മാനേജ്മെന്റ് അക്കൗണ്ടിങ് പേപ്പർ അത്യാവശ്യം ലെങ്തി ആണ്, അത്യാവശ്യം ലാർജ് ആണ്, അത്യാവശ്യം ടെക്നിക്കൽ ഏരിയാസ് ഉള്ള സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം നല്ല നോളജിൽ അറ്റൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന്. ഓക്കെ, കൺസിസ്റ്റന്റ് ആൻഡ് സസ്റ്റൈൻഡ് സ്റ്റഡി അപ്രോച്ച് ഓഗ്മെന്റഡ് ബൈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആൻഡ് റീഡിംഗ് അറൗണ്ട് ദി സബ്ജക്ട് ഇസ് മോർ ലൈക്ലി ടു അച്ചീവ് സക്സസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ നന്നായി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ വരാൻ. എന്നാലേ ഈ പേപ്പർ നമുക്ക് അച്ചീവ് ചെയ്യാൻ സക്സസ് ആവുള്ളൂ എന്ന്. ഓക്കെ, സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷൻ വിത്ത് സപ്പോർട്ട് ഓഫ് സ്റ്റഡി മെറ്റീരിയൽ വിൽ ബി എനേബിൾ ടു സ്കോർ ഗുഡ് മാർക്സ്. സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇത് വായിച്ച എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബോധ്യം വരാൻ. അതായത് ഇത് ആരിറക്കിയതാണ്? ICME ഇറക്കിയത് തന്നെയാണ്, എക്സാമിനേഴ്സ് കമൻ്റ് ആണ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ ലാസ്റ്റ് നമ്മളെ ടിപ്സിലോട്ട് പോവാം. ഈ ടിപ്പുകൾ ആക്ച്വലി ഞാൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളതുമായിട്ടുള്ള കുറച്ച് ടിപ്പുകളാണിത്. ഇത് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, നമ്മളെ ഇൻസ്റ്റാ പേജിലുണ്ട് ഇത്, സ്റ്റഡി ക്യാമ്പിൻ്റെ. ഞാനത് ഓരോന്ന് പറയാം എന്താ സംഭവം എന്നുള്ളത്. അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുള്ള വേണമെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അത് അപ്പുറം തിരിഞ്ഞ് നിൽക്കരുത്. അവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യണം. ഏത് ആദ്യം എഴുതണം, ഏത് ആദ്യം എഴുതണ്ട. 1, 2, 3, 4, 5. ഓക്കെ, ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം. ഓക്കെ, സെൻഡ് ചെയ്യാം. അപ്പോൾ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. ഏത് ക്വസ്റ്റ്യൻ ആദ്യം. അതെന്ന് വെച്ചാൽ 2 മണിക്കല്ല നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ഉച്ചക്കല്ല നിങ്ങൾ എക്സാം, 2 മണിക്ക് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ ഏതാ എഴുതുക. അങ്ങനെ തന്നെ 10 മിനിറ്റ് പോകും. ആ 15 മിനിറ്റിൽ വായിക്കുമ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് കംഫർട്ടബിൾ ആണെന്ന് തോന്നി, ആദ്യം എഴുതണം, മാർക്ക് ഇറ്റ് ആസ് 1. അങ്ങനെ 1, 2, 3 ആ ഒരു സംഭവം നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോൾ തന്നെ മാർക്ക് ചെയ്യണം. നിങ്ങളെ കൂൾ ഓഫ് ടൈമിൽ തന്നെ നിങ്ങൾ അത് വെച്ചിരിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ അത്രയും ടൈം കൂടുതൽ കിട്ടും. ടൈം കിട്ടാത്ത പ്രശ്നം കുറേ ആൾക്കാർക്കുള്ളൂ. നിങ്ങൾ ടൈം കിട്ടാത്തതിൻ്റെ റീസൺ നിങ്ങൾ 2 മണിക്ക് ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുക, പിന്നെ ഏത് എഴുതണം, കുറേ നേരം അതിന് തന്നെ പോകും. ആദ്യം ഇത് എഴുതുക, അത് 15 മിനിറ്റ് തീരുമാനിക്കണത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് എത്തൂല, ആയിക്കോട്ടെ, വായിച്ചത് വരെ ഏതാണ് ആദ്യം എന്നുള്ളത് നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റണം.
സോ ആ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ അത് ഡിസൈഡ് ചെയ്യാൻ പറ്റണം. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. യൂസ് ദി കൂൾ ഓഫ് ടൈം എഫക്റ്റീവ്ലി, റീഡ് ദി ക്വസ്റ്റൻസ് കെയർഫുള്ളി, മാർക്ക് ദി ക്വസ്റ്റൻ ലൈക്ക് 1, 2, 3 എക്സെട്ര, വിച്ച് വൺ യു ആർ അറ്റംപ്റ്റിംഗ് ഫസ്റ്റ് ആൻഡ് വിച്ച് വൺ യു ആർ അറ്റംപ്റ്റിംഗ് സെക്കൻഡ് ഇൻ ദാറ്റ് ഓർഡർ അപ് ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓരോന്ന് മാർക്ക് ചെയ്ത് പോകണം. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ യു ആർ ഗോയിങ് ടു അറ്റംപ്റ്റ് ഷുഡ് ബി ഹാവിംഗ് 100% കോൺഫിഡൻസ് ആൻഡ് ഷുഡ് ബി വെരി നീറ്റ് ആൻഡ് ക്ലീൻ പ്രസന്റേഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അടിപൊളിയായിരിക്കണം, കുത്തരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നീ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കണം, പ്രസന്റേഷൻ ആയിരിക്കണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരേണ്ടത്. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആണ്. ഓക്കെ, ലോ ഓഡിറ്റ് പേപ്പറിലൊക്കെ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ പ്രൊവിഷൻ ഫാക്ട് കൺക്ലൂഷൻ ഇൻ ദാറ്റ് ഓർഡറിൽ എഴുതുക. ഈ ഇതില്ലേ ഡിസ്റ്റിങ്ഷൻ, എന്തെങ്കിലും രണ്ട് തമ്മിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്താ, ടേബിൾ യൂസ് ടേബിൾ ചെയ്യുക. ഏകദേശം ശരിയാണെങ്കിൽ 6 കിട്ടും, 7ൽ 6 എങ്കിലും കിട്ടും, 7 കിട്ടും അത്യാവശ്യം എല്ലാം ശരിയാണെങ്കിൽ. സോ യൂസ് ടേബിൾ. ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കുകയാണെങ്കിൽ ടേബിൾ യൂസ് ചെയ്യുക. പോയിന്റ് ഉള്ള സംഭവമാണെങ്കിൽ സംതിങ്ങിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ പോയിന്റ് വൈസ് ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ് എന്ത് യൂസ് ചെയ്യുക, പോയിന്റ്സ് യൂസ് ചെയ്യുക. അത് ഞാൻ പറയുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഈസ് ദി ബെസ്റ്റ് അറ്റംപ്റ്റ്. ഞാൻ പറയുന്ന ഡയലോഗ് അല്ലത്, തുറന്നിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ഈസ് ദി ബെസ്റ്റ് അറ്റംപ്റ്റ്. ഞാൻ എപ്പോഴും പറയുന്നതാണിത്. നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് അറ്റംപ്റ്റ്. അതുപോലെ ഒരു അറ്റംപ്റ്റ് വേറെ കിട്ടൂല. ഇതിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നവരോട് ഞാൻ പറയാണ്, നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് അറ്റംപ്റ്റ്. അതുപോലെ ഒരു അറ്റംപ്റ്റ് നിങ്ങൾക്ക് കിട്ടൂല. ഓക്കെ, പരാജയപ്പെടുന്നത് അത്ര നല്ലതല്ല. പരാജയത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ടെങ്കിലും പിന്നെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത്ര നല്ലതല്ല. ഓക്കെ, യെസ്. അടുത്തത് സ്റ്റഡി ഹാർഡ്, വർക്ക് ഹാർഡ്, ഫോക്കസ് ദി ഗോൾ. ഫസ്റ്റ് അറ്റംപ്റ്റ് വിത്തൗട്ട് സ്റ്റഡി ഈസ് നോട്ട് എ ബെസ്റ്റ് അറ്റംപ്റ്റ്. അതും ഞാൻ പറയുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് വിത്തൗട്ട് എ സ്റ്റഡി ഈസ് നോട്ട് എ ബെസ്റ്റ് അറ്റംപ്റ്റ്. അത് ഞാൻ പറയുന്നു. പഠിക്കാതെ എങ്ങനെയാലും ഇവിടെ പാസ്സാകാൻ പറ്റില്ലടോ. ദർ ഈസ് നോ മെറിറ്റ് കോട്ട, പൈസ കൊടുത്തിട്ട് പാസ്സാകുന്ന പരിപാടി ഒന്നുമില്ലാത്തൊരു സാധനമാണിത്. CMA CA ഒക്കെ പാസ്സായ അതിനുള്ള വില ഉണ്ട്. ഒരാളും പറയില്ല നിങ്ങൾ ഇതിൽ വന്നാന്ന്, ഏതെങ്കിലും കോട്ടയിൽ വന്നാന്ന്. മെറിറ്റിൽ വന്നാനാടാ, മെറിറ്റിൽ. അങ്ങനെയല്ലേ പറയാ? എന്താ പറയില്ല ഇതിന്? എന്തോ പറയല്ലോ, എന്തോ ഡയലോഗില്ലേ ഇതിന്? മറ്റേ KGF എന്തോ പറഞ്ഞൊരു ഡയലോഗ് എന്തോ ഇല്ലേ, ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ വന്നാണ് ഞാൻ, അല്ലാതെ ആരും കൈകാലം പിടിച്ച് വന്നതല്ല അല്ലേ. മാനേജ്മെന്റ് കോട്ടയിൽ വന്നതല്ലല്ലോ. മോൺസ്റ്റർ ആണോ? ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവൻ. അതന്നെ, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ്. അങ്ങനെ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവൻ തന്നെയാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. ഇഫ് യു ആർ ഗെറ്റിംഗ് ആൻ ഈസി പേപ്പർ ദെൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് യു ഷുഡ് സ്കോർ മാക്സിമം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പേപ്പർ ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്ന ഒരു പേപ്പർ നിങ്ങൾക്ക് ചിലപ്പം കിട്ടും. നോക്കുമ്പോൾ ഭയങ്കര ഈസി പേപ്പർ നോക്കുമ്പോൾ ഭയങ്കര ഈസി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര കിട്ടും. ഓക്കെ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരു പേപ്പർ നിങ്ങൾക്ക് കിട്ടി. പിന്നെ ഒന്നും നോക്കരുത്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കരുത്, മാക്സിമം എഴുതുക. അതായത് പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് 100 മാർക്ക് എഴുതാൻ ശ്രമിക്കുക. കാരണം എപ്പോഴും അങ്ങനത്തെ ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം സ്കോർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എത്തിക്കണം. അഗ്രിഗേറ്റ് വായിക്കുക, അഗ്രിഗേറ്റ് കിട്ടണം. സോ ഡെഫിനറ്റ്ലി 2-3 പേപ്പർ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അഗ്രിഗേറ്റിന് കൂടുതൽ ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ അഗ്രിഗേറ്റിൽ വീഴും. അപ്പോൾ അത് വീഴാതിരിക്കാൻ ഞാൻ പറയുന്നത്, ഇഫ് എനി ബൈ ചാൻസ് ഏതെങ്കിലും ഒരു പേപ്പർ നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കരുത്, മാക്സിമം സ്കോറിംഗ് എന്നുള്ള രീതിയിൽ. അവിടെ നമ്മൾ ടാർഗറ്റ് ഇല്ല 60-40 അങ്ങനെ 60-70 എന്നൊന്നുമില്ല. എത്രത്തോളം കിട്ടും അത്രത്തോളം. ആവേശം കൊണ്ട് തെറ്റാൻ സാധ്യതയുണ്ട്, തെറ്റിക്കരുത്. അതും ശരിയാണ്. നമ്മൾ ആവേശം മൂത്തിട്ട് ചിലപ്പം തെറ്റിക്കരുത്. ഓക്കെ, പിന്നെ നോട്ട്സ് ആൻഡ് അസംഷൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട്സ് ആൻഡ് അസംഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ, പിന്നെ ഇഫ് യു ആർ സ്ട്രഗ്ലിംഗ് വിത്ത് സ്റ്റാർട്ടിംഗ് ആൻ ആൻസർ ട്രൈ ടു സ്റ്റാർട്ട് വിത്ത് വർക്കിംഗ് നോട്ട് നമ്പർ 1 ബേസിക് ഡാറ്റ. അത് കേൾക്കുമ്പോൾ ടെൻഷൻ കൂടുന്നുണ്ട് കേട്ടോ. ടെൻഷൻ കൂടരുത്, ഞാൻ പറയുന്ന റിയാലിറ്റിയാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാണ്. അതായത് ഇപ്പോൾ കോസ്റ്റിങ്ങിൽ ഒരു സംഭവം വായിച്ചിട്ട് കണ്ട് പിടുത്തം കിട്ടാത്ത പോലെ തോന്നുകയാണെങ്കിൽ ട്രൈ ഫ്രം എന്ത് ചെയ്യുക, നിങ്ങൾ വർക്കിംഗ് നോട്ട് നമ്പർ 1 ബേസിക് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനെ ഒന്ന് സിംപ്ലിഫൈ ആക്കുക. അതായത് എഴുതിയിടുക. ക്വസ്റ്റ്യനിൽ വന്ന പോയിന്റ്സ് ഓരോന്ന് എഴുതിയിടുക. ഓക്കെ, അത് ബ്രേക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ തോന്നും വായിക്കുമ്പോൾ തന്നെ തോന്നുന്നത് കുറച്ച് ടഫാന്ന് തോന്നിക്കഴിഞ്ഞാൽ ബ്രേക്ക് ദി ക്വസ്റ്റ്യൻ ഇൻടു പോയിന്റ്സ് വൈൽ റീഡിംഗ് ദി ക്വസ്റ്റ്യൻ ഇസ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, അതിങ്ങനെ ബ്രേക്ക് ചെയ്തിടുക. സോ ആ ബ്രേക്ക് ചെയ്തിട്ടാൽ അതിന് മാർക്ക് കിട്ടുമോ? വർക്കിംഗ് നോട്ട് നമ്പർ 1 ബേസിക് ഡാറ്റയ്ക്ക് മാർക്കൊന്നും കിട്ടില്ല. അതിന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന് കുറേ നമുക്ക് ഹിഡൻ ഇൻഫർമേഷൻസ് കിട്ടും. അതിന് മാർക്ക് ഉണ്ട്. ആ ഹിഡൻ ഇൻഫർമേഷൻസ് ഇങ്ങനെ ഓരോന്നോരോ നമ്മൾ അടുത്ത അനാലിസിസിൽ എഴുതുമ്പോൾ അതിന് മാർക്ക് നമുക്ക് പിന്നെ കൊടുക്കും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, സ്റ്റാർട്ടിംഗ് ആയി. ചില ക്വസ്റ്റ്യൻ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ടിംഗ് കിട്ടാത്തതന്നെയല്ല പ്രശ്നം. സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെ ചെയ്തോ, ഏറ്റവും ബെറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ ഇതാണല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിംഗ് കിട്ടിയല്ലോ, നമ്മൾ ആൻസർ സ്റ്റാർട്ടും ചെയ്തു. അപ്പോൾ ബെറ്റർ നമുക്ക് ഇനി മുന്നോട്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. ഓക്കെ,
ഇനി ക്വസ്റ്റ്യൻ നമ്പർ എന്ത് ചെയ്യുക, മാർജിനിൽ എഴുതാതെ ബെറ്റർ അതിൻ്റെ ഹെഡിങ് ആയിട്ട് എഴുതുക. അതായത് ഇങ്ങനെ ഇവിടെ കണ്ടോ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്പർ 2A കണ്ടോ, ഇങ്ങനെ എഴുതുക ഹെഡിങ് ആയിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2 ബ്രാക്കറ്റിൽ A എന്നിട്ട് അണ്ടർലൈൻ ചെയ്യുക, താഴെ എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 2 ബ്രാക്കറ്റിൽ B എന്നിട്ട് അണ്ടർലൈൻ ചെയ്യുക, താഴെ എഴുതുക. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അങ്ങനെ എഴുതുക. മാർജിനിൽ എഴുതുന്നതിനേക്കാളും നല്ലത് ഇതായിരിക്കും. പിന്നെ ഓരോ ആൻസറും ഫ്രഷ് പേജിൽ എഴുതാൻ നന്നായിരിക്കും. ഒരു നല്ലൊരു ഇംപ്രഷനാണ് ഫ്രഷ് പേജിൽ എഴുതുന്നത്. പക്ഷേ ഏതെങ്കിലും ബ്ലാങ്ക് പേജ് വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് വേണം ഫ്രഷ് പേജിലേക്ക് പോകാൻ. ഓക്കെ, കീവേഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക. ഹൈലൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലൈറ്റർ എടുത്ത് ഹൈലൈറ്റ് ചെയ്യാനല്ല. ഹൈലൈറ്റർ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല, പറ്റില്ല. ഓക്കെ, നിങ്ങളെ പേപ്പർ ഫ്രെയിം ചെയ്ത് വെക്കും. അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, സെക്ഷൻ നമ്പേഴ്സ് 100% ഷുവർ ആണെങ്കിൽ മാത്രം കൊടുക്കുക. ഷുവർ അല്ല എന്നുണ്ടെങ്കിൽ ആസ് പെർ ഇന്ന ആക്ട്, ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ഇന്ന ആക്ട് അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ സെക്ഷൻ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ. സെക്ഷൻ പെർഫെക്റ്റ് സെക്ഷൻ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഇംപ്രഷനാണ്. പക്ഷേ തെറ്റായ സെക്ഷൻ എഴുതി കണ്ടന്റ് കറക്റ്റ് എഴുതി മാർക്ക് കിട്ടുമോ? സെക്ഷൻ തെറ്റാ, കണ്ടന്റ് കറക്റ്റാ. പ്രൊവിഷൻ കറക്റ്റ് എഴുതിയിട്ടുണ്ട്, പക്ഷേ സെക്ഷൻ കോട്ട് ചെയ്ത് തെറ്റിപ്പോയി, 0 മാർക്ക് കിട്ടൂല, മാർക്കൊന്നും തരൂല, ഒന്നും തരൂല. സോ അത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. യൂസ് സെക്ഷൻ ഇഫ് അത്രയ്ക്ക് 100% ഷുവർ ആണെങ്കിൽ യൂസ് ചെയ്യാം. സെക്ഷൻ സ്കിപ്പ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല. സെക്ഷൻ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഇംപ്രഷൻ സെപ്പറേറ്റ് ആണ്, അതിനുള്ള വാല്യൂ ഉണ്ട്. സെക്ഷൻ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള വാല്യൂ ഉണ്ട്. ബ്രേക്ക് യുവർ ആൻസർ ഇൻ ടു പോയിന്റ്സ്. ലോങ് പാരഗ്രാഫ് ആയിട്ട് എഴുതുന്നത് അവോയ്ഡ് ചെയ്യുക. കുറേ ഇങ്ങനെ വാരി വലിച്ച് ഇങ്ങനെ പാരഗ്രാഫ് അങ്ങനെ എഴുതി പോകണ്ട, അത് കഥയല്ല. ഇവിടെ കാര്യമാണ് വേണ്ടത്. സോ സ്കിപ്പ് ചെയ്യുക. എന്താ വെച്ചാൽ ഇതാക്കുക, ബ്രേക്ക് ചെയ്യുക പോയിന്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക. സെക്ഷൻ്റെ താഴെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞതിൻ്റെ സെക്ഷൻ തൊട്ട് താഴെ എന്താണ് മനസ്സിലായില്ല. ഡോണ്ട് ഫോർഗെറ്റ് ടു മെൻഷൻ യൂണിറ്റ്സ്. പീസസ്, റുപ്പീസ്, പാക്കേജ്, KG അങ്ങനത്തെ സാധനങ്ങളൊന്നും മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ നമ്പർ ഷുവർ ആണ്, ബട്ട് സബ്സെക്ഷൻ ഡൗട്ട് ആണ്. സോ സെക്ഷൻ നമ്പർ മാത്രം എഴുതിയാൽ മതി, സബ്സെക്ഷൻ എഴുതണ്ട. മെയിൻ സെക്ഷൻ എഴുതുക, സബ്സെക്ഷൻ എഴുതണ്ട. ബ്ലാങ്ക് പേജസ് വല്ലതും ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യുക. ഇത് യൂണിറ്റ്സ് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. പ്രത്യേകിച്ച് നിങ്ങളെ കോസ്റ്റിംഗിൽ കുറേ യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ വരും, അതിന് മാർക്കുണ്ട്. യൂണിറ്റ്സ് മെൻഷൻ ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ പണി പാളും. സോ അതിന് മാർക്കുണ്ട്. ഓക്കെ, റിക്വയർമെൻറ്റ് അനുസരിച്ച് ആൻസർ ചെയ്യുക. ഇതെനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഈ വാരി വലിച്ച് ഗ്യാസ് എഴുതുന്ന ആൾക്കാരോട് സംബന്ധിച്ചാണ്. എന്താണ് ചോദിച്ചത് അതിനുള്ള എഴുതിയാൽ മതി. സബ്സെക്ഷൻ എഴുതുന്നതിനാൽ സെക്ഷൻ തെറ്റൂലേ? ഇല്ല, മെയിൻ സെക്ഷൻ എഴുതിയാലും മതി, ഫൈൻ, കുഴപ്പമില്ല. ഈ സെക്ഷൻ്റെ സെക്ഷൻ 2ൻ്റെ പ്രൊവിഷൻ പോലെ ആവൂലേ? ഞാൻ പറയുന്നത് ഇപ്പോൾ RCM അല്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ വാല്യൂ സപ്ലൈഡ് ഒക്കെ സെക്ഷൻ ഇല്ലേ? സോ മെയിൻ സെക്ഷൻ മാത്രം എഴുതി കൊടുത്തിട്ട് അങ്ങനെ എഴുതാം. എല്ലാത്തിലും നടക്കില്ല. ചിലതിന് സ്പെസിഫിക് ഒരു കണ്ടന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സബ്സെക്ഷൻ കൂടി കോട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ സബ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ സെക്ഷൻ 16 നമ്മൾ ITCയുടെ അതിൽ കുറേ സബ് പോയിന്റ്സ് ഉണ്ട്, ABC എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സബ്സെക്ഷൻസ് ആണ്. പക്ഷേ സെക്ഷൻ 16 ഓഫ് ദി ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ട് കണ്ടീഷൻസ് എഴുതാം, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ റിക്വയർമെൻറ്റ് അനുസരിച്ച് ആൻസർ എഴുതാൻ ശ്രമിക്കുക. റിക്വയർമെൻറ്റ് അനുസരിച്ച് എഴുതുക. വെറുതെ വാരി വലിച്ച് എഴുതി കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. ഓക്കെ, വെറുതെ നിങ്ങളെ സമയം എനിക്കിടാണ്. പ്രത്യേകിച്ച് ഞാൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആയിട്ട് പറയല്ല, ഞാൻ ഗേൾസിൻ്റെ കേസിലാണ് അങ്ങനെ കണ്ടിട്ടുള്ളത്. വെറുതെ എഴുതും, കുറേ എഴുതിയിട്ടുണ്ടാവും. പേജൊക്കെ എടുത്ത് എക്സ്ട്രാക്ട് എടുത്ത് എഴുതും. പക്ഷെ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ളത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, സെക്ഷൻ 15 ട്രാൻസാക്ഷൻ വാല്യൂ അങ്ങനെയല്ല? യെസ്, അങ്ങനെ. ഓക്കെ, ഞാൻ അങ്ങനെ ഡിസ്ക്രിമിനേഷൻ പറഞ്ഞതല്ല, ജനറലി അങ്ങനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സ്കില്ലാണ് ആക്ച്വലി. നിങ്ങൾക്ക് ഒരു കോംപ്ലിമെൻ്റ് ആണത്. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലിമെൻ്റ് അല്ലേ? പക്ഷെ ഇവിടെ വേണ്ടെന്ന് മാത്രം. ആഫ്റ്റർ റൈറ്റിംഗ് ദി എക്സാം, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നിങ്ങളെ മാനസികമായിട്ട് തളർത്താനുള്ള ഒരു പോയിന്റ് ആയിരുന്നത്. ഓക്കെ, ആഫ്റ്റർ റൈറ്റിംഗ് ദി എക്സാം പ്ലീസ് അവോയ്ഡ് ഡിസ്കസിങ് ദി ആൻസർ വിത്ത് ഫ്രണ്ട്സ്. ഇഫ് എനിത്തിങ് ഈസ് റോങ് ദെൻ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ മെൻ്റലി എഫക്ട് യു ആൻഡ് ഫോർ ഷുവർ ഇറ്റ് വിൽ എഫക്ട് യു ഇൻ നെക്സ്റ്റ് എക്സാം. സോ ഇഫ് ആൻ എക്സാം ഈസ് കംപ്ലീറ്റഡ് ലീവ് ഇറ്റ് അറ്റ് ദാറ്റ് മൊമെന്റ് ഇറ്റ് സെൽഫ് ആൻഡ് തിങ്ക് അബൌട്ട് ദി നെക്സ്റ്റ് എക്സാം ഓൺലി. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർ ഈ പേപ്പർ കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഡിസ്കഷൻ MCQ തമ്മിൽ ഇത് അതല്ലേ മറ്റേത് അല്ല അതല്ലേ, ഇന്നൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതല്ലേ മറ്റേത് അല്ലേ, തീർന്ന് കഥ. അതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ മതി, ഒന്നെങ്ങാനും തെറ്റിയാൽ മതി. പിന്നെ അടുത്ത എക്സാമിന് അത് ആലോചിച്ചിരിക്കും, അയ്യോ അത് തെറ്റിയല്ലോ. ചില ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്കഷൻ ആയിരിക്കും അവർ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് തന്നെ പണി. മെയിൻ ചെയ്യരുത്, ഓടുക, എക്സാം എഴുതുക, ഓടുക. എക്സാം കഴിഞ്ഞ് മറക്കി വെക്കുക, ഓടുക, വീട്ടിൽ ഓടുക, വേഗം ഓടുക. പിന്നെ അവിടെ നിൽക്കരുത്, അവിടെ തന്നെ നിൽക്കരുത്. അറ്റ്മോസ്ഫിയർ പിന്നെ ശരിയല്ല. അറ്റ്മോസ്ഫിയറെ പിന്നെ ഒരുമാതിരി അറ്റ്മോസ്ഫിയർ ആയിരിക്കും എക്സാം എഴുതി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ അറ്റ്മോസ്ഫിയർ ഒഴിവാക്കുക, ഓടുക, എവിടെയെങ്കിലും ഓടുക.
ഫോക്കസ്നെസ്. അവർ പറയുന്നത് കേൾക്കും, നമ്മൾ ചോദിച്ചില്ലെങ്കിൽ കേൾക്കരുത്, ഓടുക, കണ്ടം വഴി ഓടുക, അതന്നെ ഓടുക. ഞാനൊക്കെ വേഗം ഓടല, വേഗം അവിടെ നിൽക്കൂല, ആരെന്നെ വിളിച്ചാൽ ഞാൻ നിൽക്കൂല, വേഗം കഴിച്ചില്ല ഓടുന്നത്. എംസിക്യൂന്റെ ആൻസർ അറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അങ്ങനെ അങ്ങനെ വേണ്ട സമാധാനം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടി സമാധാനക്കേടാവും. അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടി സമാധാനക്കേടാവും. അപ്പം അതിനെക്കാട്ടി നല്ലത് ഓടുക, വീട്ടിൽ പോവുക, എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അടുത്ത പേപ്പർ എടുത്ത് പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, അടുത്ത പേപ്പർ എടുത്ത് പഠിക്കാൻ തുടങ്ങുക. വേറെ അതിലൊന്നുമില്ല, അടുത്ത പേപ്പർ എടുത്ത് പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, ലാസ്റ്റ് ഓക്കെ, എഴുതി അത് നല്ലത്, അതങ്ങനെ ഒന്ന് അതല്ലേ അതന്നെ, അത് എഴുതി പോയടി അയ്യോ അതന്നെ, പോയടി അയ്യോ അതന്നെ. പിന്നെ കുറേ അത്ര പഠിച്ച ഞാനും ഒന്നും പഠിച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞു. അത് ശരിയാണ്. അതായത് അതിപ്പോൾ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതായത് ഇപ്പോൾ ഞാൻ പഠിച്ചിരിക്കണില്ല എല്ലാവരോടും പാടി എടുക്കണമെന്നുണ്ടോ? ഞാൻ പഠിച്ചിരിക്കുന്നു. വേണ്ട. ഞാൻ ചിലപ്പം പറയും ഞാൻ എൻ്റെ ഇഷ്ടമാണ് ഞാൻ എന്ത് പറയണമെന്നുള്ളത്. ഞാൻ ചിലപ്പം പറയുന്നത് ഞാൻ കുറച്ചൊക്കെ നോക്കിയിട്ടുള്ളൂ, അതിൻ്റെ ഇഷ്ടം. അങ്ങനെയുള്ളതിനെ ഞാൻ കുറ്റം പറയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഇഷ്ടമാണ്, അവർ പഠിച്ചിക്കണോ ഇല്ലേ എന്ന് പറയണമെന്നുള്ളത്. ഞാൻ ഒരിക്കലും അതിന് കുറ്റം പറയില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ നീ പഠിച്ചണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ടുണ്ട് അത്ര പറഞ്ഞാൽ മതി. ഞാൻ അവിടെ നോക്കി, ഞാൻ ഇവിടെ നോക്കി, ഞാൻ അത് നോക്കി, ഞാൻ ഇത് പഠിച്ച്, അത് ചെയ്ത്, ഇത് ചെയ്ത്, അത് പറയേണ്ട ആവശ്യമില്ല. വേണ്ടത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അവരെങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളത്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സ്റ്റഡീസ് ഒരിക്കലും കമ്പയർ ചെയ്യരുത് മറ്റുള്ളവരായിട്ട്. മനസ്സിലായോ? നിങ്ങളുടെ സ്റ്റഡീസ് ഒരിക്കലും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യരുത്. യു ഹാവ് യുവർ ഓൺ വേ ടു സ്റ്റഡി. നിങ്ങൾ ആ വേക്ക് സ്റ്റഡി ചെയ്യുക, പോവുക. മറ്റുള്ളവർ പഠിക്കാതിരിക്കുകയോ എന്ത് ചെയ്താലും വേണ്ടിയില്ല. സ്പെഷ്യൽ 40 ഉടനെ ചെയ്യാം. സ്പെഷ്യൽ 40 അല്ല, കിടിലം 40. ലാസ്റ്റ് ഡിസ്കഷൻ ഒഴിവാക്കുക. ലാസ്റ്റ് ഡിസ്കഷൻ കോള് ഇപ്പോൾ ഈ സമയത്തൊക്കെ തമ്മിൽ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടീ ഞാൻ പഠിച്ചില്ലടീ, എടീ ഞാനത് നോക്കിയില്ലടി, അതൊക്കെ ഞാനത് നോക്കിയില്ലടാ, ഞാനത് നോക്കിയില്ലടാ. എന്തിനാ അത്? ജസ്റ്റ് ഗോ ആൻഡ് റൈറ്റ് ദി എക്സാം മാൻ, അത്രേ ഉള്ളൂ. ഏതായാലും അവസാനം ഈ സമയമായി. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള സമയം റിവിഷന് കൊടുക്കുക. ദെൻ ഡു സം MCQs പാരലലി. MCQs ഇങ്ങനെ ചെയ്തു പോവുക. MCQ ചെയ്യുമ്പോൾ അതൊരു സ്റ്റഡിയാണ് ആക്ച്വലി. ദെൻ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തൊക്കെ ചെയ്യുക. അതിനുള്ള സമയം അപ്പം പുതിയത് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം എഫക്റ്റീവ് ആവുന്നു. കാരണം പഴയതപ്പം നമ്മൾ റിവൈസ് ചെയ്യാനുള്ള സമയമാണ് നഷ്ടപ്പെടുന്നത്. സോ റിവിഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് എനിക്കുള്ളൊരു സജഷൻ. സോ അത് അക്കോർഡിംഗ്ലി യുവർ പ്ലാൻ. സാർ ലോ പേപ്പർ പേടിയാണ്. ലോ പേപ്പർ പേടിക്കേണ്ട ആവശ്യമില്ല. പേപ്പർ വൈസ് ലോ ടഫാക്കാറില്ല. റൈറ്റിംഗ് ആണ് പ്രശ്നം. നിങ്ങളെ റൈറ്റിംഗ് സ്കില്ല് ഇമ്പോർട്ടൻ്റ് ആണ് ലോക്ക്. പേപ്പർ വൈസ് മാനേജബിൾ തന്നെ ആയിരിക്കും. കാരണം അറിയാത്ത ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും അതിൽ എക്സ്പെക്ട് ചെയ്യേണ്ട. ലോ വിൽ ബി എ മാനേജബിൾ പേപ്പർ. പക്ഷേ റൈറ്റിംഗ് സ്കിൽ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ ലോ. അത് നിങ്ങൾ എഴുതി പഠിച്ചിട്ടുള്ള ആ ഒരു ലോ ലാംഗ്വേജിലോട്ട് എത്തണം. അത് ആ സർട്ടിഫൈഡ് കോപ്പിയിലെ ആ വേ ഓഫ് ലാംഗ്വേജ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക, വേ ഓഫ് പ്രസൻറ്റേഷൻ ഒന്ന് നോക്കി വെക്കുക. ലോക്ക് ഞാൻ കാണിച്ചില്ല, ഇമോജി മാറിപ്പോയി. എൻ്റെ CA ഫ്രണ്ട് പറഞ്ഞു അവൾ 11 പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ആകെ മോഡൽ പേപ്പറും 2 പാസ്റ്റ് പേപ്പറും ജസ്റ്റ് റെഫർ ചെയ്യുള്ളൂ. അതൊക്കെ കളിക്കുമ്പോൾ ഡിഫറെൻറ്റ്. അത് ഞാൻ പറഞ്ഞ് ദ വേ ഓഫ് സ്റ്റഡി വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. സോ ഒരിക്കലും അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആയി തോന്നുന്നത് അത് നമ്മൾ എഴുതി പഠിക്കും. മനസ്സിലായോ? അപ്പം CA ഫ്രണ്ട് അങ്ങനെ ചെയ്ത്, അവരിങ്ങനെ ചെയ്ത്, ഇങ്ങനെ ചെയ്ത്, ദാറ്റ് ഡസൻ കെയർ. ട്രസ്റ്റ് മീ, ബിലീവ് ഇൻ യുവർ സെൽഫ്, അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ പഠിച്ച കാര്യം അത് മതി. അതിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ബാക്കി വെച്ച് കാണാം, അല്ലാതെ എന്താ. എക്സാം ഹാളിൽ നോർമൽ വാച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? നോർമൽ വാച്ച് കൊണ്ടുപോകാം, സ്മാർട്ട് വാച്ച് പറ്റില്ല. DT ആൻഡ് IDT 2025 ജൂണിലേക്ക് നല്ല മാറ്റമുണ്ടോ? IDT കാര്യമായിട്ട് മാറ്റമില്ല. ഹാവ് സം സർക്കുലേഴ്സ്, കുറച്ച് സർക്കുലേഴ്സ് മാത്രമുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻറ്റ് സർക്കുലേഴ്സ് അല്ല, എന്നാലും കുറച്ച് സർക്കുലേഴ്സ് ഉണ്ട്. DTക്ക് നല്ല മാറ്റം ഉണ്ടാവും. DT ബഡ്ജറ്റിൽ വന്ന ചേഞ്ചസ് ഫുൾ അപ്ലിക്കബിൾ ആണ് അടുത്ത ജൂണിലേക്ക് ആയിരിക്കും. സോ ബെറ്റർ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതുന്ന ആൾക്കാർ ഈ അറ്റംപ്റ്റ് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കുറേ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ബഡ്ജറ്റ് വരുമ്പോൾ ഇങ്ങനെ കുറേ മാറ്റങ്ങൾ വരും. കിടിലം 40 എന്നാ സാർ? കിടിലം 40 ആദ്യം മാരത്തോൺ കഴിഞ്ഞിട്ടേ ഉള്ളൂ. മാരത്തോൺ ഞാൻ കിടിലം 40 മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ കുറേ ആൾക്കാർക്ക് മാരത്തോണും വേണമെന്ന് പറഞ്ഞ് അപ്പോൾ മാരത്തോണും ചെയ്യണം. അപ്പോൾ രണ്ടും കൂടി ചെയ്യുന്ന ഒരു രീതിയിലൊരു പ്ലാൻ ചെയ്യണം. മാരത്തോൺ പ്രോബബ്ലി 4-നായിരിക്കും, 4-ാം തീയതി. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം കഴിഞ്ഞിട്ട് 6-ാം തീയതി ഒക്കെ ആയിട്ട് കിടിലം 40. സാർ ഒരു വാച്ച് തരും എക്സാം. എന്താടാ ഇത്? ഞാൻ വാച്ച് തരാനോ? എന്താടാ നെയ്മിട്ട് കിടിലം 40. ബബ്ലിംഗ് കോപ്പി അടിക്കാൻ ഒന്നുകൂടെ ഈസിയായി. കോപ്പി അടിക്കാൻ ഒന്നുകൂടെ ഈസിയാണ്. കോപ്പി പിടിക്കാൻ നോക്കിയാൽ മതി. കോപ്പി അടിച്ചിട്ടെങ്കിലും 30 മാർക്ക് സ്കോർ ചെയ്യടാ.
ആ 30 മാർക്ക് സേഫാണ്. ഒരു സേഫ് സോണിൽ എത്തുന്ന പോലെയാണ് ആ 30 മാർക്ക് കിട്ടിയ. വിഷയം വേണ്ട. കിടിലാക്കി. കിടിലം 40. സോ ആ 30 മാർക്ക് MCQ ഈസ് റിയലി ക്രൂഷ്യൽ. മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും വലിയ സാധനം. ഇൻകം ടാക്സ് ഫുൾ മാറുമല്ലോ അടുത്ത അറ്റംപ്റ്റ്. ഫുൾ മാറുമല്ല, അത് ഡയറക്റ്റ് ടാക്സ് കോഡ് ഒന്നും വരാനായിട്ടില്ല. ഡയറക്റ്റ് ടാക്സ് കോഡ് വരാനായിട്ടില്ല. കുറച്ചും കൂടെ കഴിയും. എനിക്ക് തോന്നുന്നില്ല ഇപ്പം തന്നെ വരും. വന്നാൽ തന്നെ ഈ അറ്റംപ്റ്റ് അടുത്ത ജൂണിക്കൊന്നും അപ്ലിക്കബിൾ ആവില്ല. പിറ്റത്തെ അറ്റംപ്റ്റ് ഒക്കെ ആയിരിക്കും. സോ ബെറ്റർ നിങ്ങൾ വേഗം ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാക്കി പോവുക. ഈ ഇയർ നമ്മൾക്ക് മലയാളത്തിൽ എഴുതുക. പോസ്റ്ററില്ല. മലയാളത്തിൽ കിടിലം. ഓക്കെ പോസ്റ്ററിൽ മലയാളത്തിലാക്കാം. ശരി. ഞാൻ വീട്ടിൽ ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? ആൻഡ് ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ആൻഡ് ഫൈനലി ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ട്രസ്റ്റ് ദി പ്രോസസ്. അതിലാണ് ഏറ്റവും വലിയ പോയിന്റ്. എല്ലാവർക്കും ഒരു ബ്രൈറ്റ് വരും. ഓക്കെ. കിടിലം 40 നമുക്ക് മലയാളത്തിൽ വെക്കാം. യെസ്, ഇറ്റ് ഈസ് ക്രൂഷ്യൽ. MCQ ഫുൾ കിട്ടണമെങ്കിൽ എക്സംഷൻ കിട്ടിയാനെ. ബാക്കിയിൽ മാർക്ക് ഉണ്ടായിട്ട് MCQ പോയാൽ എക്സംഷൻ പോകും. യെസ്, ചിലപ്പോൾ നമ്മുടെ MCQ ശരിയാകും. കോപ്പി അടിച്ച് തെറ്റിയാലോ? അതും ശരിയാട്ടാ. കോപ്പി അടിക്കാൻ ഞാൻ നിങ്ങളെ ഇതാക്കല്ല, മനസ്സിലായോ? നിങ്ങളെ പ്രോത്സാഹിപ്പിക്കല്ല. ഇപ്പോൾ ജോയിൻ ആക്കി. റെക്കോർഡിംഗ് യൂട്യൂബിൽ ഇടാം. യെസ്, ഞങ്ങളെ കോപ്പി അടിക്കാൻ പ്രോത്സാഹിപ്പിക്കല്ല കുട്ടികളെ. എക്സാമിന് പോകുമ്പോൾ അഡ്മിറ്റ് കാർഡ് മാത്രം കൊണ്ടുപോയാൽ മതി. ഒരു ID കാർഡ് വെക്കണമെന്ന് ആ ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട്. സോ ഒരു ID കാർഡ് കയ്യിൽ വെച്ചോ വെറുതെ. ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട് കിടിലം 40 ഓൾ സബ്ജക്റ്റും ഈച്ച് ഉണ്ടാവില്ലേ? ഓൾ സബ്ജക്റ്റോ? ഇല്ലില്ല. IDT ഇടാം. IDT കിടിലം 40. IDT ഓൺലി. അവിടെ ഞാൻ ഇങ്ങനെ എല്ലാ സബ്ജക്റ്റൊന്നും ഉഷാറൊന്നുമില്ല. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെക്കാട്ടിയും എന്താ പറയുക താഴെ ഇതിന്ന് പഠനത്തിൽ നിന്ന് വന്ന ആളാണ് ഞാൻ. അപ്പം എന്നോടൊക്കെ കോസ്റ്റിംഗ് ഒക്കെ ഡൗട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആകെ കോപ്പിയടി ഈസ് നോട്ട് പോസിബിൾ ദിസ് എക്സാം. ലൈക്ക് നോട്ട് ബി എക്സാം അല്ല. ICMI ID കാർഡ് തന്നെ വേണം. അങ്ങനെയല്ല, ഏതെങ്കിലും ID കാർഡ് മതിയോ? ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതൊക്കെ തന്നെ. പ്രത്യേകിച്ചൊന്നും വേറെ പരിപാടിയില്ല. ഓഫീസുണ്ട്. ഓക്കെ. സൂപ്പർ 40 ആണ് ഗ്രൂപ്പ് 2 പാസ്സാവാൻ ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, അന്ന് അല്ലേ? ഓക്കെ, സൂപ്പർ 40 നമ്മളെ IDT ഇല്ലല്ലേ? യെസ്, ഗുഡ്. MCQ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ടോ? യെസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞേ, ചാൻസ് ഉണ്ട്. പുതിയതായിട്ട് റിലീസ് ചെയ്തുകൊണ്ട് തന്നെ അതിന് വരാൻ ചാൻസ് ഉണ്ട്. സോ യൂസ് ICMAയുടെ ബുക്ക്ലെറ്റ് ഫുൾ ചെയ്തിരിക്കണം. ഫുൾ ചെയ്തിരിക്കണം. അത് പ്രയാസമാണ്. MCQ അങ്ങനെ ഏതാ വരാമെന്നൊന്നും ചോദിക്കാൻ വലിയ പ്രയാസമായിരിക്കും. ഏതാ കൂടുതൽ വരികയെന്ന് അത് അവർക്ക് എഴുതി വിടാം. സോ പുതിയ ഡ്രാഫ്റ്റ് ചെയ്ത് വിടാം. പക്ഷെ ഞാൻ പറഞ്ഞ ICMA ബുക്ക്ലെറ്റ് റിലീസ് ചെയ്തുകൊണ്ട് തന്നെ ദർ ഈസ് എ ചാൻസ്, സ്മോൾ ചാൻസ്. വന്നാലോ? GT മാത്രമേ ശരിക്കും നോക്കിയിട്ടുള്ളൂ. IDT ഒന്നും ആയിട്ടില്ല. IDTയും കൂടി നോക്കുന്നത് നന്നായിരിക്കും. കാരണം ഫസ്റ്റ് ഗ്രൂപ്പിലെ FA പോലെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പേപ്പറാണ് ടാക്സ്. സോ ഡെഫിനറ്റ്ലി ടാക്സ് ഈസ് എ ഗുഡ് പേപ്പർ. സോ അതുകൊണ്ട് തന്നെ IDTയും കൂടി സെറ്റാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ. TT IDT ഒരുമിച്ച് സെറ്റാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബെറ്റർ. ന്യൂ റിലീസ്ഡ് MCQ സെറ്റിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ട്. അത് ആരൊക്കെ പറഞ്ഞ് മിസ്റ്റേക്സ് ഉണ്ടെന്ന്. സോ മിസ്റ്റേക്സ് ഒക്കെ തിരുത്തിയിട്ട് വേണം പഠിക്കാൻ. മിസ്റ്റേക്സ് പഠിച്ചു പോകരുത്. എക്സാമിന് വരുമ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് തന്നെ എഴുതണം. യെസ്, ആധാർ പ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ID കാർഡ് പ്ലസ് അഡ്മിറ്റ് കാർഡ്. എന്തത്? എക്സാം പാസ്. മെറ്റീരിയലിൽ തന്നെ കുറേ MCQ അതിലുണ്ട്. മെറ്റീരിയൽ MCQs അതിലുണ്ടാവും. ജസ്റ്റ് ഡു ദാറ്റ് MCQs, അത്രേ ഉള്ളൂ. പിന്നെ എക്സ്ട്രാ MCQs നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും ചെയ്യാം. അത് നന്നായിരിക്കും. MCQ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ നോളജ് ഗെയിനിങ് കൂടിയാണ് MCQ ചെയ്യുമ്പോൾ. അതാ പറഞ്ഞ ഈ ടൈമിൽ MCQ ചെയ്യുന്നത് നന്നായിരിക്കും. അത് എപ്പോഴും MCQ ഇങ്ങനെ ചെയ്യല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 10 എണ്ണം 20 എണ്ണമൊക്കെ ചെയ്യാം. ഓക്കെ. സോ MCQ ബുക്ക്ലെറ്റ് അയക്കും. MCQ ബുക്ക്ലെറ്റ് ഗ്രൂപ്പിൽ നമ്മളെ ഇത് കിട്ടുന്നുണ്ടല്ലോ. ഇന്നൊന്നും കൂടി അയക്കാം ഗ്രൂപ്പിൽ. ടെലിഗ്രാമിൽ ഉണ്ടാവുമേ. MCQ ബുക്ക്ലെറ്റ് ടെലിഗ്രാമിൽ ഇടാം. MCQ ബുക്ക്ലെറ്റിൽ മിസ്റ്റേക്ക് ഉണ്ടായി. ഒരുപാട് ആൾക്കാർ പറഞ്ഞ മിസ്റ്റേക്ക് ഉണ്ട്. മിക്സ് ചെയ്ത് തോന്നുന്ന MCQ ഗൂഗിൾ ചെയ്താൽ പോരെ? യെസ്, ഗൂഗിൾ ചെയ്താലും കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതല്ലേ, അത് കിട്ടൂലേ? വെരിഫിക്കേഷൻ പോണതാണോ? വെരിഫിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് എന്തെങ്കിലും ഒരു ID കൂടെ വെക്കുക, അത്രേ ഉള്ളൂ. ടെക്സ്റ്റിൽ മിസ്റ്റേക്ക് ആണ് അപ്പോഴാണ് ബുക്കിലിട്ട്. ടെക്സ്റ്റിൽ കുറേ മിസ്റ്റേക്ക് ഇല്ലേ? ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് ടെക്സ്റ്റിൽ. ഐ ഡോണ്ട് നോ വൈ ICMA ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബോർഡ് ഓഫ് സ്റ്റഡീസ് തീരെ പോരാ.
സോ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഓഫ് CA ഈസ് മച്ച് ബെറ്റർ. കുറ്റപ്പെടുത്തുകയല്ല, ബാക്കിയൊക്കെ ഉഷാറാണ്. ബോർഡ് ഓഫ് സ്റ്റഡീസ് ഒന്നും കൂടി ഉഷാറാണ്. ICMA മെറ്റീരിയൽ നല്ലതാണ്. യെസ്. ICA മെറ്റീരിയൽ നല്ലതാണ്. യെസ്. മിസ്റ്റേക്സ് കുറവാണ്. അല്ലേ, ഞാൻ മിസ്റ്റേക്സ് കണ്ടിട്ടേ ഇല്ല ഇതുവരെ ICAയുടെ ഇതിൽ മെറ്റീരിയലിൽ. എൻ്റെ ഈ പഠന കാലയളവിൽ ഞാൻ ഇതുവരെ ഒരു മിസ്റ്റേക്ക് കണ്ടിട്ടില്ല അങ്ങനെ. പക്ഷെ നിങ്ങളെ ബുക്ക് തുറന്നാൽ തന്നെ മിസ്റ്റേക്കാണ്. അങ്ങനെയാണെങ്കിൽ മിസ്റ്റേക്സിന് മാർക്ക് തരണം. തരൂല. DT നല്ല പ്രസൻറ്റേഷനാണ് ICA മെറ്റീരിയൽ. യെസ്. DT IDT ഒക്കെ സെൽഫ് സ്റ്റഡിക്ക് പറ്റിയ ബുക്ക് തന്നെയാണ് നമ്മളെ ICAയുടെ ബുക്കിലിട്ട്. ICAയുടെ ബുക്ക്. വേറെ എന്തെങ്കിലും ചോദിക്കാൻ? ഉറങ്ങണ്ടേ? 11 മണി. അതെ, 3 എക്സാം ആകണം 1 ഇയറിൽ. അങ്ങനെ ഇരിക്കാം. ഓക്കെ, 3 എക്സാം ഉടനെ വരും. കാരണം CA അങ്ങനെ ഇറക്കിയോണ്ട് തന്നെ CMAയും പിന്നാലെ 3 എക്സാം എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും 2022 സിലബസ് ആവില്ല, അടുത്ത സിലബസ് മുതൽ. ലോൻ്റെ റിവിഷൻ ക്ലാസ്, ഫ്രീ റിവിഷൻ ഒന്നും ഇല്ല ഇപ്പോൾ. പെയ്ഡ് റിവിഷൻ സ്റ്റഡി ക്യാമ്പിൽ ഒന്നും നടക്കുന്നുണ്ട് ഇപ്പോൾ. എന്താ അഭിപ്രായം? 3 എക്സാം നല്ല അഭിപ്രായം തന്നെയാണ്. ഇനിയുള്ള നൈറ്റ്സ് സ്ലീപ്ലെസ് നൈറ്റ്സ്. അല്ല, അങ്ങനെ ചിന്തിക്കണ്ടടാ. അതാ ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ ഈ ബേജാറായിട്ട് എന്താ കാര്യം? കുറേ ബേജാറായി, കുറേ ഇതായിട്ട് എന്താ കാര്യം? സോ യൂസ് യുവർ ഡേയ്സ് വൈസ്ലി. നല്ല രീതിയിൽ ആ ഉള്ള ഡേയ്സ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ദെൻ ഗോ ഫോർ ദി എക്സാം. ദാറ്റ്സ് ഓൾ. ലോ എക്സംഷൻ 2022 സിലബസ് തീരുന്നവരെ ഉണ്ടോ? കാറ്റിലെ സ്റ്റുഡൻസിന് ലോൻ്റെ എക്സംഷൻ 2022 സിലബസ് തീരുന്നവരെ ഉണ്ടോ? അത് വലിയൊരു കിട്ടലാട്ടോ, ലോൻ്റെ എക്സംഷൻ കിട്ടിയത്. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലിൽ എത്തുമ്പോൾ വീണ്ടും ലോ പഠിക്കുമ്പോൾ ഒരു ഇത് വരുമെന്നാണ്. ഇന്നത്തെ ആഫ്റ്റർനൂൺ സ്ലീപ്പ് കൊണ്ടുപോയി. അങ്ങനെ പാടില്ല. ആഫ്റ്റർനൂൺ സ്ലീപ്പ് കൊണ്ടുപോകാൻ പാടില്ല. 22 സിലബസ് 5 വർഷത്തിനല്ലേ വരിക. സോ 2026 ചിലപ്പോൾ അല്ലേ. എന്നാ വന്നത് 2020? എന്നാ വന്നേ 20 സിലബസ്? 21 22 സ്റ്റാർട്ടിങ് വന്നതാണ്. നോട്ട് ബേജാർ, വർക്ക് ഹാർഡ്, മേക്ക് ഇറ്റ് ഈസി, ടേക്ക് ഇറ്റ് ഈസി. അത്രേ ഉള്ളൂ. എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാതെ ഇത് പ്രൈവറ്റ് ഗ്രൂപ്പ് മെസ്സേജ് അയക്കടാ. അങ്ങനത്തെ കോഡ്സൊക്കെ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ട് എന്താ? 22 വന്നത്, 23 വന്നത്. 5 ഇയേഴ്സ് ഉണ്ടാവുക സാധാരണ ഒരു സിലബസ്. ലോ എക്സംഷൻ ക്ലെയിം ചെയ്തവർക്ക് ഇപ്പോൾ ക്ലെയിം ചെയ്താൽ കിട്ടുമോ? ക്ലെയിം ചെയ്യാത്തവർക്കില്ല. ക്ലെയിം ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. ക്ലെയിം ചെയ്യാനുള്ള സമയം ഏപ്രിൽ 10 ആയിരുന്നു. അതിനുള്ളിൽ ക്ലെയിം ചെയ്തവർക്ക് കിട്ടും. ഫുൾ സാറെ കോഡ്സ് ആണല്ലോ. എൻ്റെ കോഡ്സ് ആണ്. അത്രയും ഇത് ആരാണ് ആൾ എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രോബ്ലം ചെയ്ത ഫീൽ കിട്ടാൻ എന്താ ചെയ്യുക? എന്താണ് പ്രോബ്ലം ചെയ്ത ഫീൽ കിട്ടാൻ? അങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്ത ഫീൽ കിട്ടുക? ചെയ്താൽ തന്നെ ചെയ്ത ഫീൽ കിട്ടുള്ളൂ. സോ ഇനിയുള്ള ദിവസങ്ങളിൽ പെൻ ആൻഡ് പേപ്പർ എപ്പോഴും കയ്യിൽ വേണം. പെൻ ആൻഡ് പേപ്പർ കയ്യിൽ വേണം. സ്ലീപ്പ് വരാതെ മോട്ടിവേറ്റഡ് ആയി പഠിക്കാൻ എന്തെങ്കിലും ടിപ്സ് പറയുമോ? കോൺവെക്കേഷൻ ആലോചിക്കുക. നിങ്ങളുടെ പാരൻസൊക്കെ ആയിട്ട് നിങ്ങൾ കോൺവെക്കേഷന് പോകുന്നു. തലയിൽ ആ തൊപ്പി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ കോൺവെക്കേഷൻ അറ്റൻഡ് ചെയ്യുന്നു, ആ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു. ദെൻ മോട്ടിവേറ്റഡ് ആയി. അല്ലെങ്കിൽ റിസൾട്ട് വരുന്നു, നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ പാരൻസിനോട് പറയുന്നു, സന്തോഷിക്കുന്നു. ആ മൊമെൻറ്റ് ആലോചിക്കുക. ഗ്രേറ്റ് മോട്ടിവേഷൻ. എന്നെ അറിയില്ല സാർക്ക്. എന്നെ അറിയാം. എനിക്ക് നമ്മളെ GST ക്ലാസ്സിലൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷെ എനിക്ക് പേര് അറിയില്ല. അല്ല, മോട്ടിവേഷൻ എന്തുതന്നെയാണ്, നമ്മൾ തന്നെയാണ് നമ്മളെ മോട്ടിവേഷൻ. ഇപ്പോൾ വേറെ ആൾക്കാരെ ഇതാക്കേണ്ട ആവശ്യമില്ല. അർഷാദ് ഉണ്ട്. അർഷാദ് ഒന്നും വന്നിട്ടില്ലല്ലോ. അർഷാദില്ല. ഒരു പേപ്പർ എക്സംഷൻ കിട്ടിയാൽ എത്ര അറ്റംപ്റ്റ് വരെ യൂസ് ആവും? 3 attempts. 50 വെച്ചിട്ടാണ് കിട്ടുക. 3 attempts വരെ യൂസ് ആവും. അർഷാദ് ഇല്ലാന്ന് തോന്നുന്നു. അറിയില്ല, അർഷാദിനെ കാണാനില്ല. അർഷാദിന് കമൻറ്റിലൊന്നും കണ്ടില്ല. അപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയില്ല ആരാ അർഷാദെന്ന്. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കേണ്ടി വരും. ഓക്കെ, സോ പോട്ടെ എന്നാൽ. ശരി, നമുക്ക് എന്നാൽ ഞാൻ സാനിയുണ്ട്. വൈഡാസ് എങ്ങനെ കിട്ടുമല്ലോ അവൻ്റെ സ്റ്റഡി ക്യാമ്പിൻ്റെ നമ്പർക്ക് മെസ്സേജ് അയച്ചാൽ മതി. ലോൻ്റെ റിവിഷൻ ക്ലാസ്. ഫസ്റ്റ് അറ്റംപ്റ്റ് യൂസ് ആക്കി ഈ അറ്റംപ്റ്റ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് 2025 ജൂൺ യൂസ് ആക്കാൻ പറ്റുമോ? എന്താണ് ചെയ്യാണ്ട് നെക്സ്റ്റ് 2025? എനിക്ക് മനസ്സിലായില്ല. അതുല്ല ചോദിച്ചാൽ മനസ്സിലായില്ല. താങ്ക് യു സാദിഖ്. നെക്സ്റ്റ് IDTയുടെ റിവിഷൻ വാല്യൂഷൻ ഇൻ കസ്റ്റംസ് നാളെ.
ഫസ്റ്റ് അറ്റംപ്റ്റ് യൂസ് ആക്കി ഈ അറ്റംപ്റ്റ് യൂസ് ചെയ്യാണ്ട് ഓക്കെ അങ്ങനെ എക്സംഷൻ അല്ലേ ഓക്കെ അങ്ങനെ പറ്റില്ല എന്ന് തോന്നുന്നു യൂസ് ആക്കിയില്ലെങ്കിൽ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്യുന്ന പോലെയാണ് അപ്പോൾ ഡ്രോപ്പ് ചെയ്യുമ്പം ആക്ച്വലി അത് നമ്മൾ ലെഫ്റ്റ് ചെയ്യുന്ന പോലെയാണ് സോ കിട്ടൂല ഐ തിങ്ക് കിട്ടൂല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ നമുക്ക് ഇടയിൽ വെച്ചിട്ട് യൂസ് ആക്കാതെ അങ്ങനെ പറ്റില്ല അറ്റംപ്റ്റ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന പോലെ അല്ല പക്ഷെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യുന്ന പോലെ ആയി അങ്ങനെയാണ് അതിൻ്റെ കണക്ക് ഓക്കെ സോ കസ്റ്റംസ് കുറേ ക്വസ്റ്റ്യൻ ചെയ്യാം കുറേ ക്വസ്റ്റ്യൻ ചെയ്യാം നാളെ ചെയ്യാം കസ്റ്റംസ് മൊത്തം തീർക്കുക നാളെ കസ്റ്റംസിൻ്റെ ക്ലാസ് ടൈം രാത്രി ആഫ്റ്റർ 9:30 പ്രോ ടോട്ടൽ എത്ര അറ്റംപ്റ്റ് എടുത്തു ഞാൻ ആക്ച്വലി എത്ര അറ്റംപ്റ്റ് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കയറി ഞാൻ എത്ര അറ്റംപ്റ്റ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറ്റംപ്റ്റുള്ള കണക്ക് ആക്ച്വലി ഐ ടേക്ക് 8 years മോർ ദാൻ 8 years ഫോർ ക്വാളിഫൈങ് അതിൻ്റെ ഇടയിൽ ഒരുപാട് അറ്റംപ്റ്റ്സ് 7 years 14 അറ്റംപ്റ്റ്സ് യൂസ് ചെയ്യാതെ അറ്റംപ്റ്റ്സ് ആഫ്റ്റർ 7 years ക്ലെയിം ചെയ്യാൻ പറ്റുമോ അതെനിക്കറിയില്ല കേട്ടോ അത്രയും ഇയേഴ്സ് വെച്ചിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മെയിൽ അയച്ച് നോക്കേണ്ടി വരും അല്ല സാർ ഈ എക്സാം എഴുതുന്നേ ഇല്ല ഇനി നെക്സ്റ്റ് 2025 മാത്രമേ യൂസ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ആ പേപ്പർ എക്സംഷൻ കിട്ടുമോ കിട്ടും എക്സാം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഓക്കെ സോ ഫൈൻ എല്ലാവരും ഓക്കെ അല്ലേടാ ബേജാറാവണ്ട ഇനിയുള്ള ദിവസം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക നല്ലപോലെ നോക്കുക ഓക്കെ സോ ഐ തിങ്ക് ഇന്നത്തെ ഈ സംഭവം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അത്രത്തോളം എങ്ങനെ യൂസ്ഫുൾ ആയോ ഇല്ലയെന്ന് അറിയില്ല ഓക്കെ സോ എന്തെങ്കിലും പേഴ്സണലി ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക മെസ്സേജ് ചെയ്യുക ആൻഡ് വേറെ ഒന്നുമില്ല മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക ടേക്ക് ഇറ്റ് ഈസി മേക്ക് ഇറ്റ് ഈസി ഓക്കെ സോ സി യു ഇൻ ബുക്കിലിട്ട് ഗ്രൂപ്പിൽ ഞാൻ ഇതിലിടാം ടെലിഗ്രാമിൽ ബുക്കിലിട്ട് എല്ലാത്തിൻ്റെയും ബുക്കിലിട്ട് ടെലിഗ്രാമിലിടാം ഓക്കെ സോ ഗുഡ് നൈറ്റ് യു ആൾ ഗുഡ് നൈറ്റ് ബൈ താങ്ക് യു ബൈ ടെലിഗ്രാം ചാനൽ ഇപ്പോൾ വർക്കിംഗ് അല്ല ടെലിഗ്രാം ചാനൽ അല്ല ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് യെസ് ഗുഡ് നൈറ്റ് ബൈ നന്നായി പഠിക്കാം ബൈ ലിങ്ക് ഇടാം ഗ്രൂപ്പിലിടാം ലിങ്ക് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിലിടാം വാട്സപ്പ് ഗ്രൂപ്പിലിടാം ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഓക്കെ സോ ബൈ